ആനന്ദ് മാത്രല്ല മാളികപ്പുത്രം മാത്രമല്ല ഈ പൊട്ട മനസ്സിലുണ്ട്. സിനിമയെ കുറിച്ച് അറിയുന്നു പറയും. ഇതിനെ എങ്ങനെ സഹിച്ചു നിങ്ങളെ എങ്ങനെ കേരളം സഹിക്കുന്നു അതുപോലെ എന്നെയും സഹിക്കും. ഏതോ വലിയ ആപത്ത് വരാൻ പോകുന്നത് പോലെ. കയ്യിൽ പോയി ബാലു എവിടെന്നാ വന്നത്? കുഴപ്പമില്ല. ഇപ്പൊ ആരാണ് മൊത്തം വേറൊന്നും വെച്ച് പറയണ പോലെ ഫീൽ ചെയ്യല്ലേ? തെറിയെന്നല്ലേ വിളിച്ചത്? കുത്തി പറയുന്നു. ഹലോ, ഇദ്ദേഹത്തിന്റെ എല്ലാവരും ഇരിപ്പുണ്ടല്ലോ, പുള്ളി കാണിക്കട്ടെ. പാളിന്നാണ് പറഞ്ഞത്. ആർക്ക് പാളിന്ന്? ആൾക്ക് പേടിപ്പിക്കാനാ താല്പര്യം. വരുന്ന എല്ലാ ഇന്റർവ്യൂവിലും പെണ്ണുങ്ങൾ പറയായിരുന്നു അതിലൊരു സീൻ എടുത്ത് എന്തായാലും അച്ഛൻ ഇട്ടിരുന്നു, ഡിലേറ്റ് ചെയ്യിപ്പിച്ചു. അതേപോലെ ശിവ ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. സ്വന്തം കഴിവുകൊണ്ട് വന്ന ഞാൻ മാത്രമേ ഉള്ളൂ. ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാണ് ഞാൻ. ഓർമ്മ പോലെ പറയാൻ പറ്റുള്ളൂ. പിന്നല്ലാതെ, അല്ലാതെ പോലും പറയാൻ പറ്റും നിങ്ങളെ പോലെ. എപ്പോഴും ഓർമ്മ ഉണ്ടാവില്ലോ. പിന്നല്ലാതെ നിങ്ങളിത് പുള്ളിനെ റോസ്റ്റ് ചെയ്ത ഷോയാണ്. ബ്ലൂടൂത്ത് ഒക്കെ ഓണാക്കി കാട്ടിക്കൊണ്ടിട്ടിട്ട് അത് പറഞ്ഞിരുന്നു. അത് അഭിലാഷം പേടിച്ചു. ഉണ്ട്. ഞാൻ നല്ല കാട്ടിന്ന് പെണ്ണ് കരയുന്ന സൗണ്ട്. ഈ അർജുന അശോകനും ബാലും ഒക്കെ എന്ത് പഠിച്ചു? സുമതിയോളല്ലേ പോകുന്നത്? ഹൈദരാലി കൂടെ കാണില്ലേ? ഞാൻ കാണും. എന്തിനാ പേടിക്കുന്നേ? ബാക്കി സുമതി പേടിച്ചോളൂ. ഞാൻ അഭിലാഷിനെ ശരിക്കും ഇപ്പൊ ഈ ഇന്റർവ്യൂലായിട്ട് വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ സാറേന്ന് വിളിക്കും. സാറേ ഇവിടെ റൈറ്ററേയും ഡയറക്ടറേയും ഇവിടെ ഇട്ടേക്കണം. ക്രിയേറ്റേഴ്സ് ആൻഡ് ആക്ടേഴ്സ്. ഞാൻ ആരോ ഏട്ടാ ഇതാണ് ഹൈദരാലി, ഇതാണ് നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ ചെയ്യുന്നതെന്ന് എപ്പോഴും മനുഷ്യൻ ആ പരിപാടി നിർത്തി. കാരണം നിരപരാധികളായ രണ്ട് ചെറുപ്പക്കാരെ ഇതിനകത്ത് ഇപ്പം അല്ലേ, അവർക്ക് എന്ത് മനസ്സിനും ബുദ്ധിമുട്ടാവും. അന്ന് ഇങ്ങനെ തമാശ പറഞ്ഞ് എത്ര പേരെ വേദനിപ്പിക്കുന്നുണ്ടെന്നറിയോ? അതൊന്നും ചെയ്യില്ല. സോറി. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 5 പേർക്ക് സ്വാഗതം. നമസ്കാരം. താങ്ക് യു. കയ്യിൽ പോയി ബാലു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ സമയം 11 മണി രാത്രി. കയ്യിൽ പോയി. അപ്പൊ ഓർക്കും എന്താന്ന് ചോദിക്കല്ലോ, ഒന്നും ഇല്ലാട്ടോ, വെറുതെ അല്ല, കൈ വിറയ്ക്കുന്നുണ്ടല്ലോ. കയ്യിൽ നിന്ന് പോയതല്ല, എതിരാളി കൈ വിറയ്ക്കുന്നതാണ്. അത് പോയതായിട്ട് തോന്നുന്നത്. അങ്ങനെ തോന്നുന്നതാണല്ലോ. അതൊക്കെ ഞങ്ങൾ കരുതിയിട്ടുണ്ട്. ചോദ്യങ്ങൾ ചോദിച്ചോളൂ. എല്ലാം ഓക്കെ അല്ലേ? എല്ലാം ഓക്കെ. സീരിയസ് ആയിട്ട് ചോദ്യങ്ങളൊക്കെ പോവാം. അങ്ങനെ ആയിരിക്കണം. അങ്ങനല്ലേ? പിന്നെ അതിന് സീരിയസ് ആയിട്ട് ചോദ്യമാണ്. എങ്ങനെ? ഇനി സീരിയസ് ആയിട്ട് ചോദ്യമാണ്. എതിരാളി സീരിയസ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒന്നുമില്ല, ഒന്ന് സീരിയസ്. ഇവിടെ റൈറ്ററേയും ഡയറക്ടറേയും ഇവിടെ ഇട്ടേക്കണം. അതൊരു നടനും കൂടിയാണ്. പക്ഷെ എന്താണ് സംഭവം എനിക്ക് മനസ്സിലായില്ല. അവരൊന്ന് മാറ്റിയിരുത്തിട്ട് ഈ ഗ്യാപ്പില്ല എതിരാളിയെ കാണത്തില്ല. ഇവിടെ ബാലു നോക്കണം. ക്രിയേറ്റേഴ്സ് ആൻഡ് ആക്ടേഴ്സ്. ഓക്കെ അല്ലേ? ഞാനോ? നിങ്ങൾ മാറിയിരുന്നു. നിങ്ങളോ ആ ക്രിയേറ്റർ? സിനിമയെ കുറിച്ച് അറിയുന്നു പറയും. ഇതിനെ എങ്ങനെ സഹിച്ചു നിങ്ങളെല്ലാവരും? നിങ്ങളെ എങ്ങനെ കേരളം സഹിക്കുന്നു അതുപോലെ എന്നെയും സഹിക്കും. അങ്ങനെ കൈ കൊടുക്കാൻ പോയാ പിന്നെയും വരേണ്ടവരുണ്ട്. എല്ലാ അവസാനം കൊടുക്കാം. ഇതെല്ലാം ഒരുമിച്ച് അവസാനം കൈ കൊടുക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും സുമതിയോള് നല്ല സിനിമ വളരെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്നു നമ്മളെല്ലാവരും. ഞാൻ ഇന്ന് വേറെ നമ്മുടെ സുമതിമാരുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അവർ പറഞ്ഞല്ലോ, അവരും പല കഥകൾ കേട്ടിട്ടുണ്ട്. ബാലു കഴിഞ്ഞ ഇന്നാളെ അവരെ കൊണ്ട് സുമതിയോട് കാണിക്കാൻ ഇപ്പം ഒരു ഓഡിയോ ഇട്ട് പേടിപ്പിക്കും. അഭിലാഷ് അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ ഉണ്ടായ ഒരു സിറ്റുവേഷൻ. അവരുടെ ലൊക്കേഷൻ ജീവിതമൊക്കെയാണ് പറഞ്ഞത്. ഈ കഥ എഴുതുമ്പോൾ അഭിലാഷ് എത്ര നാളത്തെ ഈ സുമതി വളവിനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്.
ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഈ കഥ എഴുതുമ്പോൾ എത്ര നാളത്തെ ഒരു പരിശ്രമം ഉണ്ടായിരുന്നു? കഥ എഴുതിയത് എനിക്ക് 2019 ഞാൻ ആദ്യമായിട്ട് ഈ കഥ അർജുനോട് പറയുന്നത്. വിഷ്ണുവോട് അതിന് മുന്നേ ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്ന് ഇതിൻ്റെ ഒരു ടോട്ടാലിറ്റി ഇതല്ലായിരുന്നു, മൊത്തത്തിൽ ഒരു ഫ്രെയിം മാത്രമേ ഉള്ളൂ. അന്ന് കഥ കേട്ട് അവൻ ഭയങ്കര അന്ന് വേറൊരു കാലഘട്ടത്തെ പരിപാടി. സോറി അച്ഛൻ്റെ സൗണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന ആക്ച്വലി പറഞ്ഞത് ആക്ച്വലി ആ ഒരു കാലഘട്ടത്തിലെ സമയമായിരുന്നു. അങ്ങനെയല്ലേ പറഞ്ഞോളൂ. ആരെങ്കിലും പറഞ്ഞു കൊടുക്കണമല്ലോ. സംസാരിക്കും. ഞാനായല്ലോ, ഞാൻ വേണം പറയാം. മാക്സിമം സൗണ്ട് എടുത്തോളാം. അപ്പോൾ ഞാനും ശരിക്കും ട്രിവാൻഡ്രത്ത് പഠിക്കുന്ന കാലത്ത് സുമതിയോള് അവിടെ പോയിട്ടുണ്ട്. ഈ പറയുന്ന അതിനെപ്പറ്റി അതിന്റെ കഥ കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ സിനിമയിലെത്തിയപ്പോൾ ഒരു ആഗ്രഹം, അങ്ങനെ ഒരു മിത്ത് സിനിമയായി കാണണമെന്ന്. അപ്പോൾ മാളികപ്പുറം കഴിഞ്ഞപ്പോൾ വിഷ്ണു ഞാനും ഞങ്ങൾ അടുത്ത പടം ഏത് ചെയ്യണമെന്ന് തീരുമാനിക്കുമ്പോൾ ഇതിന്റെ പുതിയൊരു ഫോം എഴുതാം എന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ആ ഡിസ്കഷനിലാണ് ഒരു തവണ അർജുൻ എൻ്റെ അടുത്ത് പറയുന്നത്, ഇത് ആദ്യമായിട്ട് നമുക്കിത് എന്തുകൊണ്ട് ഒരു 90s വൈബ് പിടിച്ചുകൂടാ. അതിൻ്റെ മെയിൻ കാരണം ഇന്നത്തെ ടെക്നോളജിയൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഉള്ളൊരു കാലഘട്ടത്തിൽ ഈ കഥ പറഞ്ഞാൽ കുറച്ചും കൂടെ ഭംഗിയാവില്ല. അങ്ങനെ ഒരു തോട്ടിൽ നിന്നാണ് ഇത് 90s കഥ പറയാം എന്ന് വരുന്നതും മണിച്ചത്താഴൊക്കെ അത് ആഡ് ഓൺ ആയി വരുന്നതും മറ്റു സംഭവങ്ങൾ. അപ്പം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെയ്യണമെന്നൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഇതൊരു വലിയ പ്രൊജക്റ്റാണെന്ന് അറിയാം, വലിയ ബഡ്ജറ്റിൽ ഒരുക്കണമെന്നും അറിയാം. അപ്പം മാളികപ്പുറത്തിൻ്റെ ഒരു സക്സസ് ഞങ്ങളെ ഗുണം ചെയ്തു. ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് പ്രൊഡ്യൂസേഴ്സ് വരുന്നു, ഫസ്റ്റ് മുരളിച്ചേട്ടൻ വരുന്നു, പ്രൊഡ്യൂസർ വരുന്നു. അതിനുശേഷം തിങ് സ്റ്റുഡിയോസ് വരുന്നു. പിന്നീട് ഇപ്പം ഗോകുലം കൂടെ ജോയിൻ ചെയ്യുന്ന ഒരു വലിയ പടമായി മാറുന്നു. പിന്നെ ഇതിൽ ഇപ്പൊ ഇവര് 3 പേര് മാത്രമല്ല, ഇവിടെ വരാത്ത കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. 34 പേരുണ്ട് മൊത്തം. 34 പുറത്തുണ്ട്. 40+ എന്നാണ്. 34 അല്ല എന്നാണ് ഉദ്ദേശിച്ചത്. നീ അത് എല്ലാം ഒന്നും സൗണ്ട് ഇല്ലാത്തോണ്ട് ഇവൻ ഉദ്ദേശിച്ചത് 34 അല്ല. ഇടയ്ക്ക് പറഞ്ഞാൽ മതി കേട്ടോ. ഇതിപ്പോ പഞ്ചാബി ഹൗസിലെ ദിലീപേട്ടനും പഞ്ചാബി ഹൗസ് അങ്ങനെയാണ് ഇപ്പൊ ഇത് പറഞ്ഞ സൗണ്ട് തോന്നിയെന്ന്. ഇത് കൊച്ചി ഖലീഫാ. ഇവരെ മാറ്റിയെടുത്ത് എന്തിനാന്ന് ഇപ്പൊ മനസ്സിലായി. ഇനിയെങ്കിലും നിങ്ങൾ അംഗീകരിക്കും. അംഗീകരിച്ചിരിക്കുന്നു. പക്ഷെ ഞങ്ങള് നിങ്ങളെ എന്തേരം മാറ്റി എഴുതിയിരിക്കുന്നു ദൂരത്തോട്ട് ഇതും മനസ്സിലാക്കുക. മനസ്സിലാക്കിക്കൊണ്ട് വരുന്നു. ഹൈദർക്ക് എനിക്ക് തോന്നുന്നു ഹൈദർക്കൊപ്പം ഞങ്ങൾ ആദ്യമായിട്ട് തോന്നുന്നു ഇന്റർവ്യൂ. ഞാനും വിഷ്ണു ഒരുമിച്ച്. അതെ അതെ. ഇനി ഉണ്ടാവുമെന്ന് തോന്നില്ല. എനിക്ക് തോന്നുന്നില്ല അതിനല്ല മാളികപ്പുറത്തിന് ഇനിയൊരു ഇന്റർവ്യൂവിന് ഹൈദരാലി ഇറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നു. മാളികപ്പുറത്തിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കറിയത്തില്ല സപ്പോർട്ട്. ആനന്ദ് ശ്രീവാലയ്ക്ക് നീ പറഞ്ഞാൽ ആനന്ദ് മാത്രല്ല മാളികപ്പുറം മാത്രമല്ല ആനന്ദ് ശ്രീബാലയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് മൊത്തം ഇങ്ങനെ ഇരിക്കാനാണ് ഉദ്ദേശം? അല്ലല്ല ഞങ്ങളുണ്ട് കൂടെ. മുകേഷേട്ടന്റെ ശ്രാവണത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ? അപ്പം മുകേഷേട്ടൻ എന്തായാലും ആ സ്നേഹം എന്നോട് കാണിക്കാതിരിക്കില്ലല്ലോ. നേരത്തെ ഫിക്സ് ചെയ്തേക്കുന്നത് ഞാൻ ഇൻഫോം ചെയ്തതാണ് നാളെ ഈ പ്രോഗ്രാം. അല്ലെ തീർച്ചയായിട്ടും അവര് മാറ്റിന്നൊക്കെ പോയി. നിങ്ങള് മാറ്റിന്ന് പോയി. പിന്നെ നമ്മള് മുകേഷ് ചേട്ടൻ മന്നാരും പറയത് മുകേഷ് ചേട്ടൻ എന്തായാലും ഷോയിലെ ഏറ്റവും അലമ്പ് ഷോ ഇതായിരിക്കും. ഇങ്ങനെ എല്ലാം സീരിയസ് ഇന്റർവ്യൂ ഇവിടെ 1 അലമ്പ് ഇല്ല 1-2 ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നല്ലേ ഉള്ളൂ തുടങ്ങിയത് പിടിച്ചിരുത്താൻ വേണ്ടി. ഞാൻ നാളെ എയർ ലാവലിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നില്ല. മാളികപ്പുറം ടീം വീണ്ടും ഒന്നിക്കുന്നു എന്ന് ഈ സിനിമയുടെ വേറൊരു സക്സസ് ആയിട്ട് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാണുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ രണ്ടുപേരും മാളികപ്പുറം സിനിമ കണ്ടിട്ട് ഈ ഒരു സിനിമയിലേക്ക് വരും വലിയ വ്യത്യാസമാണ് ഇതിനകത്തുള്ളത് അല്ലെ? മാളികപ്പുറം ഇതുമായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത സിനിമയാണ്. അത്തരം ഒരു സബ്ജക്റ്റിലേക്ക് ഡയറക്ടറിന് എത്താൻ അത്ര ധൈര്യം ഒരാളുടെ കാരണമുണ്ടല്ലോ. മനസ്സിലായി. അതായത് എന്തുകൊണ്ട് ഞാൻ സുമതി പിടിക്കാനായിട്ട് അല്ല
നല്ല കഥയായിരുന്നു ആളുടെ കയ്യിൽ നിന്ന്. മാളികപ്പുറം അതെ, സൂര്യോളം അതെ, ഈ 1-2 കഥകളും കേട്ടിട്ടുണ്ട്. എല്ലാം എനിക്ക് നന്നായിട്ട് തോന്നിയ കഥകൾ എന്തായാലും ചെയ്യും. പക്ഷെ ഞങ്ങൾ ശരിക്കും പറഞ്ഞ ഒരു സുമതിയോളവിന് മുന്നേ മാളികപ്പുറം കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്ന ഒരു സത്യം പറഞ്ഞ ഒരു വലിയ ബഡ്ജറ്റിലൊരു സിനിമ. അതിന്റെ ആർട്ടിസ്റ്റും എല്ലാം ഓൾമോസ്റ്റ് ലോക്കായി. പൈസന്റെ ഇതിനുമായി അല്ല അതൊന്നും അല്ല, ഇതിന്റെയൊക്കെ ഒരുപാട് അർജുൻ അറിയാം. പക്ഷെ അർജുനുണ്ട് എല്ലാത്തിലും. അർജുൻ ഇനി പറ്റില്ല. അർജുൻ മാത്രല്ല, ഇനി അദ്ദേഹത്തിന് ഒഴിവാക്കി അങ്ങനെ വല്ല വെട്ടുകളോ. ഞാൻ അഭിലാഷിന് എല്ലാ പടത്തിലും ഉണ്ട്. അടുത്ത 4 പടത്തിലും തന്നെ പല മീഡിയ ഇന്റർവ്യൂലും പറഞ്ഞു. അതെയോ? പിന്നെ ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല. അഭിലാഷിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. പറഞ്ഞ കാര്യമുണ്ട്. ഞാനായിട്ടല്ല പറഞ്ഞു, അഭി തന്നെ എല്ലായിടത്തും അല്ല പറഞ്ഞു. സത്യമാണ്. അത് ഞാൻ പ്രൊഡ്യൂസ് അല്ല, അർജുനും ഉണ്ട്, ബാലു ഉണ്ട്, ഷിയുണ്ട്, റാഫിയുണ്ട്, സുമതികളിൽ ആരിലും ഒരാളും കാണുന്നു. ഞാൻ ചോദിച്ചതാ, പെട്ടെന്നൊരു ഈ ഒരു സിനിമയിലേക്ക് വരുമ്പോ അഭിലാഷിന്റെ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടുന്നു, അങ്ങനെ വരുന്നു എന്ന് പറയും. പക്ഷെ ഈ ഒരു സിനിമ അത്തരം ഒരു സിനിമയല്ല, ഒരു സിനിമയല്ല, ഒരിക്കലും അല്ല. അല്ല പക്ഷെ സുമതി വളവിന്റെ ഫസ്റ്റ് വെർഷൻ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ എനിക്ക് കുറച്ചുകൂടി ഇക്കയിലുള്ള അതുപോലെ എനിക്ക് ഇത് ചെയ്യായിരുന്നു. പക്ഷെ പ്രസന്റ് സുമതി വളവ് നമ്മൾ മാളികപ്പുറം സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടിയ റിസൾട്ട്, അതായത് വീട്ടിലെ അമ്മമാര്, മുത്തശ്ശന്മാര്, ഈ പറഞ്ഞ കൊച്ചുകുട്ടികൾ, ഇവരെല്ലാവരും ഒരേപോലെ എൻജോയ് ചെയ്ത ഒരു വേ ഓഫ് സിനിമ. അപ്പോൾ 90കളിൽ ഈ റെസിപ്പി ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്ന സിനിമകളിൽ ഈ ഒരു എസ്തെറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് മിസ്സിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം കുറച്ചുകൂടി ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് ക്വാളിറ്റീസിലും മലയാള സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ നാട്ടും പുറം, നമ്മുടെ എന്തൊക്കെ പറഞ്ഞാലും തട്ടുകടയെന്നൊക്കെ ഇടയ്ക്ക് അടിക്കാനായിട്ട് താല്പര്യം ഉണ്ടാവുമല്ലോ. ഒരു നാടൻ സിനിമ ഈ പറഞ്ഞ നമ്മുടെ വീട്ടുകാർക്കും നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് സെലിബ്രേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഫിലിം, അത് ഈ പ്രസന്റ് സുമതി വളവിന്റെ വേർഷനിൽ വന്നപ്പോ പിന്നെ എനിക്കിത് മാളികപ്പുറവും ഇതും തമ്മിൽ വലിയ വ്യത്യാസം ഫീൽ ചെയ്തില്ല അല്ലെ? ഒരാളുകളെ നമ്മൾ ഇതിനകത്ത് കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. ഈ ആർട്ടിസ്റ്റുകളെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെയാണ് ഒരു ടാസ്ക് ഉണ്ടായിരുന്നു? എനിക്ക് തോന്നുന്നു ഈ ആളുകളൊന്ന് കണ്ടെത്തി ഇതിലേക്ക് പറ്റിയ ആളുകൾ വേണം. അങ്ങനെ ഇത് സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ഒരു ഐഡിയ, തീർച്ചയായും ഒരു ഐഡിയ ഉണ്ട് നമുക്ക്, ഇന്ന പോലെ ആർട്ടിസ്റ്റുകൾ ചെയ്ത് തന്നിരിക്കുന്നു. ഒബ്വിയസ്ലി അർജുനോട് ആദ്യം കഥ പറഞ്ഞിരുന്നു. അർജുൻ 100% ഇതിൽ ഇന്നായ ഒരു ആർട്ടിസ്റ്റാണ്. ബാലുവിലേക്കൊക്കെ എത്തുന്നത് പിന്നീട് വളരെ വൈകിയാണ്. ബാലുവിലേക്ക് എത്തുമ്പം അപ്പോൾ ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ബാലു നന്നായിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പം തന്നെ അർജുനാണ് കണക്ട് ചെയ്ത് തരുന്നത്. ബാലു അപ്പോൾ തന്നെ വിളിക്കുന്നു, ബാലു വന്ന് കഥ കേൾക്കുന്നു. എനിക്ക് തോന്നുന്നു ഓരോ ആർട്ടിസ്റ്റുകളെയും നമ്മൾ മനസ്സിൽ ആദ്യം കണ്ടതിനേക്കാൾ ഇപ്പം മാറി കുറച്ചും കൂടെ കറക്റ്റായിട്ടുള്ള ആളുകളെ നമുക്ക് ഇതിലേക്ക് കിട്ടി. ഉദാഹരണം പറഞ്ഞാൽ ബോബിച്ചേട്ടൻ്റെ കഥാപാത്രം ഞാൻ എഴുതുമ്പോൾ എന്നെ മനസ്സിലുണ്ടായിരുന്നത് ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന മറ്റൊരു ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തെ നമുക്ക് അങ്ങനെ ഒരാൾ ചെയ്യണം. അതായത് ഒരു പോലീസ് ഓഫീസറായിട്ട് വന്ന് നിന്നാൽ ഒന്ന് പേടിക്കണം, ഒരു ഗ്രാമം പേടിക്കണം എന്ന രീതിയിലുള്ള ആൾ. അപ്പോഴാണ് ഈ വിഷ്ണുവും മുരളിച്ചേട്ടനും കൂടെ പണി സിനിമ പോയി ഒരുമിച്ച് കണ്ടിട്ട് ഇവർ രണ്ടും വന്നു, ചേട്ടാ ഇതുപോലെ പണി ഒരു ആർട്ടിസ്റ്റ് ഉണ്ട്, പുതിയ ആളാണ്. ഞാൻ പറഞ്ഞു, എടാ പുതിയ ആൾ വെച്ച് എങ്ങനെയാ ക്യാരക്ടർ പറ്റുമോ, നമ്മളത് വേണോ? അങ്ങനെ ഇപ്പോൾ വിഷ്ണു ഇല്ലാതെ നിങ്ങളത് കണ്ടു നോക്കുക. അങ്ങനെ പിന്നീട് പണി ഞാൻ കാണാൻ പോകുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മുഖം ഇനി മലയാള സിനിമയിൽ ഒരുപാട് കാണാൻ പോകുന്ന മുഖമാണ്. മാത്രമല്ല ആ കഥാപാത്രത്തിന് പറ്റിയ മുഖമാണെന്ന് തോന്നിയപ്പോൾ തന്നെ വിഷ്ണു 100% ഇതാണ് നമുക്ക് വേണ്ട ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷെ പുള്ളി ഗംഭീരമായിട്ട് അത് ചെയ്തു. അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ഞാൻ പൊക്കി പറയുന്നതല്ല, ഇവർ 3 പേരും ചെയ്തു. ഇദ്ദേഹത്തിന്റെ ക്യാരക്ടറൈസേഷൻ എന്ന് വെച്ചാൽ വളരെ ധൈര്യമായിട്ട് വരുന്ന ഒരു പോലീസ് ഓഫീസർ. അയാൾ ഒരു പക്ഷേ ആ വളവിലേക്ക് ചെല്ലാൻ പോലും കാണിക്കുന്ന ഒരു ധൈര്യത്തിന്റെ സീക്വൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വളരെ രസമായിട്ടാണ് അദ്ദേഹം പ്ലേ ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു പണിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥാപാത്രം വേറൊരു സിനിമ പണിയിൽ കമ്പയർ ചെയ്യാനേ പറ്റില്ല. വാറൻ ഡേവി എന്ന ക്യാരക്ടറായിട്ട് ക്യാരക്ടർ നമുക്ക് കുറച്ചുകൂടി ഒരു റോ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു നമ്മുടെ ബെഞ്ചമിനായിട്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു സിനിമാറ്റിക് മാസ്. മാത്രമല്ല അത് ഞാൻ എൻ്റെ ചെറുപ്പത്തിലെ എനിക്കൊന്ന് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പത്തനംതിട്ടയിൽ ബെഞ്ചമിൻ എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പേടിയായിരുന്നു എല്ലാവർക്കും. തൊഴി കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് ഏതാ അല്ല പിന്നെ ഇതുപോലെ എഴുതാൻ പറ്റുമോ? നല്ലത് അല്ലാതെ എങ്ങനെ ഇരുന്ന് കൊടുക്കരുത്. മൈക്കിന്റെ ആവശ്യം അപ്പൊ അതിന്റെ ക്ലിപ്പ് എവിടെ പോയെന്നറിയോ? അത് കൊണ്ടൊക്കെട്ടിയുടെ സൗണ്ട് ഇല്ലത് കിട്ടിയോ? ജംസാന്നോർത്ത് വിഴുങ്ങിയോ? അല്ല മൈക്കുണ്ട് കയ്യില്. അല്ല മൈക്കുണ്ടായിട്ട് കാര്യമില്ലോ. അത് പുറകില വെച്ചിരുന്ന അതായത് ഹൈദരാലിയുടെ ടെൻഷൻ ഇത് മുഴുവൻ എന്റെ തോന്നുന്നു.
ആണോ? അല്ല അപ്പം കോളേജിൽ പഠിക്കുന്ന കാലത്തല്ലേ അതെ ഇങ്ങനെ ഒരു essay ഉണ്ടായിരുന്നു. ആ കഥാപാത്രത്തെ മനസ്സിൽ കണ്ടതിനാണ് ഈ ബെഞ്ചമിൻ എന്നുള്ള ബെഞ്ചമിൻ ആ പേര് തന്നെ ആ കൊടുത്തിരിക്കുന്നത്. പേര് തന്നെ കൊടുത്തു. ഈ പണി സിനിമ ഇല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു പണി കിട്ടില്ലായിരുന്നു. ഉറപ്പായിട്ടില്ല. അല്ലേ? ഇല്ല. നമുക്കെന്നും പണി എന്നൊരു സിനിമയാണ് നമ്മുടെ ജീവിതം മാറ്റിമറിച്ചത്. ഉറപ്പായിട്ടും. പക്ഷെ ഇനി ആ ജീവിതം മാറ്റിമറിച്ചതിന്റെ അപ്പുറത്തേക്ക് മാറ്റിമറിക്കുന്നത് സുമതി വളവായിരിക്കുമെന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ ഒരു ഹോപ്പ് ഒരു ക്യാരക്ടറിനും ഒരു ആക്ടർക്കും പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു സിനിമ റിലീസായി തിയേറ്റർ വരുന്നിടം വരെ എനിക്ക് തോന്നുന്നു ഒരു ആക്ടർക്കും അങ്ങനെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വാറൻ ദേവി എന്ന് പറഞ്ഞ ക്യാരക്ടറുമായിട്ട് ടോട്ടലി ഡിഫറെൻ്റ് ഒരു ക്യാരക്ടറാണ് ഞാൻ സുമതിയോളം ചെയ്തിരിക്കുന്നത്. അബി പറഞ്ഞ പോലെ ഒരു എസ്ഐ, ഒരു ശകലം നെഗറ്റീവ്, കുറച്ച് നെഗറ്റീവ് ഷെയ്ഡുള്ളൊരു ക്യാരക്ടർ, ഒരു പക്ഷത്തിൻ്റെ കൂടെ ട്രാവൽ ചെയ്യുന്ന സിനിമയിൽ അങ്ങനെ ഒരു ക്യാരക്ടറാണ് സുമതിയോളം ബെഞ്ചമിൻ. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം പണി എന്ന സിനിമയ്ക്ക് ശേഷം അടുത്ത സിനിമയാണ് സുമതി വളവ്. അപ്പോൾ അതിനകത്ത് ഉണ്ടായ എൻ്റെ ബ്ലെസ്സിങ്സാണ് ഈ കാണുന്നതൊക്കെ. കാരണം ഭയങ്കര എൻജോയ് ചെയ്ത് ഭയങ്കര ലൈവായിട്ട് ഞാൻ ഷൂട്ടിങ്ങിൻ്റെ തലേദിവസം തന്നെ ഞാൻ അവിടെ ജോയിൻ ചെയ്ത് ഞാൻ ലൊക്കേഷനിലൊക്കെ പോയി ഓരോ ഷൂട്ടിലൊക്കെ പോയി കണ്ട് എല്ലാവരുമായിട്ടൊന്ന് സിങ്കായി. പിന്നെ ത്രൂ ഔട്ട് ഭയങ്കര ഞങ്ങൾ നല്ല ജോളിയായിട്ട് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. പക്ഷേ ഒരുപാട് സ്ട്രഗിൾ ചെയ്തും ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. ത്രൂ ഔട്ട് നൈറ്റ്സും കാടും ആനയും പുലിയും. കരിമ്പുലിയെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് ഷൂട്ടിനിടയ്ക്ക്. എന്റെ അച്ചു നീ ഞെട്ടുന്ന ഞെട്ടല് കരിമ്പുലി പറഞ്ഞു കൊടുക്കുക, പറഞ്ഞത് കിട്ടിയില്ല. ട്രാൻസ്ലേറ്റർ ജപാലിപ്പുളി സമയം നോക്കി വെച്ചില്ല. ഞാൻ പറഞ്ഞാ പോരെ, അച്ചു ഇങ്ങനെ വെച്ചാൽ മതി. അതെ, അങ്ങനെ ഒരു കരിമ്പുലിയെ കാണാൻ ഒരു കൊടുങ്കാടിനകത്തൊക്കെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി. അതിന്റെ വീഡിയോ വരെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പം ഒരുപാട് ആർട്ടിസ്റ്റുകളോട് വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പൊ അച്ചു ആണേലും ബാലു, സിദ്ധുബായി, ഗോകുൽ സുരേഷ്, ഒരു നീണ്ട ശ്രാവണിനകത്ത് വന്നത് മെയിൻ ക്യാരക്ടർ ചെയ്താണ്. പിന്നെ ഒരുപാട് ഹീറോയിൻസ്, ഒരുപാട് ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ. പിന്നെ അതിനേക്കാൾ ഉപരി ഈ പുള്ളി ഒരാൾ സ്ക്രിപ്റ്റ് എഴുതുന്നതിൻ്റെ കൂടെ ഇടയ്ക്കിടയ്ക്ക് അഭിലാഷ് എന്ന് എഴുതി പോയൊരു സ്ക്രിപ്റ്റ് ഇതായിരിക്കും. കഥാപാത്രത്തിന് അവിടെ അഭിലാഷ് എന്ന് എഴുതിയിട്ട് പോയി. എന്താ സീനിൽ നിന്ന് എഴുതിയില്ല, അവിടെ അഭിലാഷ്. അങ്ങനെ പുള്ളിയും അഭിനയിച്ചിട്ടുണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സിനിമ കണ്ടായിരുന്നു. ബാക്കി അഭിലാഷ് എങ്ങനെ അഭിനയിച്ചെന്ന് വിഷ്ണു പറയും, ഓഡിയൻസും പറയും 1-ാം തീയതി. എനിവേ നല്ല എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോഴും ഞാനത് എൻജോയ് ചെയ്യുന്നു. ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ, ഈ പ്രൊമോഷൻസ് ആണെങ്കിൽ പോലും ഭയങ്കര രസകരമായ മൊമെന്റ്സ് ആണ് നമുക്ക് ലൈഫിൽ കിട്ടുന്നത്. അപ്പം ഇറ്റ്സ് ഓൾവേസ്. പണിയിൽ നിന്നും അടുത്ത സിനിമ ഇതായിരുന്നു. അതെ, ഇപ്പോൾ ഒരു 4-5 സിനിമ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. 3 സിനിമ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലേ? ഒന്ന് കഴിഞ്ഞു. ഇനിയിപ്പം നാദിഷക്കയുടെ ഒരു പടം ബാലൻസ് ഉണ്ട്, മാജിക് മഷ്റൂം. UK-ലോട്ടൊന്നും തിരിച്ചു പോകുന്നില്ല. അല്ല, അത് ഞാൻ പോകാൻ വേണ്ടി വന്നു. ആക്ച്വലി എനിക്ക് പോകാൻ സാധിക്കാഞ്ഞിട്ട് ഞാൻ അടുത്ത മാസം UK-ക്ക് ഒന്ന് തിരിച്ചു പോകും. ഒരു 10 ദിവസം കഴിഞ്ഞ് പിന്നെയും തിരിച്ചു വരും. രക്ഷപ്പെട്ടു എല്ലാവരും പറഞ്ഞു. അങ്ങനെ അതൊക്കെ മനസ്സിലാക്കില്ലേലും പോവില്ല. ബാലു, ഇവിടെ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് പതുക്കെ എന്തെങ്കിലും ചോദിച്ചു പോയാ. ബാലു തന്നെ ഞാൻ ചോദിക്കുന്ന കാര്യത്തിനൊന്ന് മറുപടി തരാം. എവിടെന്നാ വന്നത്? ചെവിക്കുഴപ്പില്ല. ഇപ്പൊ ആരാണ് മൊത്തം? ശരിയല്ല, സൗണ്ട് കിട്ടിയില്ല. സ്വന്തമായിട്ട് ഏറിപ്പോകാനുണ്ട്. അവൻ പറഞ്ഞത് പട്ടിമറ്റം. അല്ല, സ്ഥലം പട്ടിമറ്റം. അതാണോ അവൻ പറഞ്ഞത്? പട്ടിമറ്റത്ത് വീടിന്റെ അടുത്തുള്ള സ്ഥലമാണ്. പൂക്കാട്ടുപടി കഴിഞ്ഞിട്ടുള്ള പട്ടിമറ്റം. ഗോഡൌണിൽ ഷൂട്ട് വേറൊന്നും വെച്ച് പറയണ പോലെ ഫീൽ ചെയ്യല്ലേ? തെറിയെന്നല്ലേ വിളിച്ചേ? പേരാ എന്തോ കുത്തി പറയുന്നു. ഈ സത്യുടവനാണ് ഷൂട്ട് കൊടുത്തത്. പട്ടിമറ്റം. ഇപ്പൊ ശരി. ഇനി അഥവാ പട്ടീന്ന് വിളിക്കുന്നതിലും സ്ഫുടമായിട്ട് വിളിക്കുക വെച്ചു. പിന്നെ അതൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പൊ സൗണ്ട് ശരിക്കും വരും. പിന്നെ ആരാ എതിരായിരിക്കുന്നത്? അന്ന് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഈ സിനിമയുടെ ലൊക്കേഷനിൽ? ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോ കണ്ടായിരുന്നു. എനിക്ക് ആ വീഡിയോ പറയുന്നത് നിങ്ങൾ എല്ലാരും കൂടെ ബോണറ്റിനവിടെ ഒരു പാട്ട് സീൻ. അയ്യോ, അത് ഇറങ്ങിയില്ല. ലാലേട്ടന്റെ ഒരു പാട്ട് പാടി നിങ്ങൾ റീൽ പോലെ ഒരു വീഡിയോ പെട്ടെന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് എന്നെ റൈറ്റർ വിളിച്ചു.
അല്ലല്ല ഇട്ടിട്ട് ഞാൻ ചീത്ത പറഞ്ഞു. പക്ഷെ അത് പോലീസ് അത് പുറത്തുവില്ല. പോലീസ് അല്ല, ഞാനത് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ഞാൻ അന്ന് തന്നെ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. പൊന്നനിയെ ചതിക്കും. ഞാൻ നമ്മുടെ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആണോ? ഹൈദരാലിക്ക് അതിനുള്ള ധൈര്യമൊന്നും ഇനിയിപ്പോ ഞാൻ ഇട്ടായിരുന്നു. അതുകൊണ്ടല്ലേ ഞാൻ അങ്ങനെയാണ് നിങ്ങൾ നാളെ സുപ്രീം കോടതിയിലോട്ട് നേരിട്ട് പോകും. എവിടെ പോയാലും അത് എന്റെ കാലത്തെ വിജയിക്കുള്ളൂ. ആണോ? ഏതായാലും സിനിമ ഇറങ്ങുന്ന വരെ ഇടരുത്. ഇപ്പൊ ഓടിക്കൊണ്ടിരിക്കുക ഇപ്പോഴും. ആണല്ലേ? അല്ല ഇല്ലെന്ന് പടത്തിലെ സീനല്ല. ഈ പടത്തിലെ പടത്തിലെ സീനല്ല. നമ്മള് അത് നമ്മൾ ഇടേണ്ട വീഡിയോ. അത് ഹൈദരാലി എങ്ങാനും ഇട്ടാൽ നമുക്ക് കുറച്ച് കാശ് ഞാൻ ജില്ലാ കോടതി ഡിസ്ട്രിക്ട് ഒന്നുമില്ല, നേരെ സുപ്രീം കോടതി. അവിടുന്ന് വിധി അപ്പൊ അവിടെ കേസ് നടത്താൻ അങ്ങോട്ട് പോവുകയും ചെയ്യല്ലോ. അല്ല അങ്ങനെയല്ല, നിങ്ങൾക്കെതിരെ സുപ്രീം കോടതി കേസ് കൊടുത്ത് ഡൽഹിയിലോട്ട് മാറ്റാനുള്ള പരിപാടിയാ ഈ നാട്. വീഡിയോ ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ ആരെങ്കിലും ഉണ്ടോ? നമ്മളെല്ലാവരും പാട്ട് പാടിയടാ. അപ്പൊ പുള്ളിയുടെ എല്ലാ വീഡിയോ ഉണ്ട്. ഇപ്പൊ മനസ്സിലായി. സിനിമയുടെ പാട്ടാണ് പാടിയത്. അല്ലല്ല, ഇവരാരും ഇല്ല. എങ്ങനെയാണ്? ജയകൃഷ്ണൻ ചേട്ടൻ, സൈജു ചേട്ടൻ. ഇതെന്നറിയോ, ആ വീഡിയോ ഹൈദരാലി കണ്ടു. അത് ഡൗൺലോഡ് ചെയ്യാനുള്ള സമയം അളിയന് കിട്ടിയിട്ടില്ല. അല്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഇരുന്ന് എളിഞ്ഞു സംസാരിക്കത്തില്ല. ഞാൻ ആ വീഡിയോ ഞങ്ങളെ കാണിച്ചു തരും. ഞങ്ങളുണ്ടെങ്കിൽ അല്ല, നിങ്ങളാ മറ്റേ ഞാനും കണ്ടിട്ടില്ല. നിങ്ങൾ ജീപ്പിന്റെ പ്രവർത്തനം അതിനൊക്കെ നല്ല സൗണ്ട് അപ്പൊ വരുന്നുണ്ട്. ഇടക്കിടക്ക് വരും, ഇടക്കിടക്ക് പോകും. ഇതൊരു പ്രത്യേക ഭൂമിയാണ്. മിണ്ടട ഭൂമിയെ ഒന്ന് കാണിച്ചു തരും. അല്ല, ഞാൻ പറഞ്ഞ ആ വീഡിയോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ലാലേട്ടന്റെ ഒരു സിനിമയുടെ അല്ല, ഞങ്ങള് പാടി ഞങ്ങൾ സുന്ദരി സുന്ദരി. ഹലോ, ഇദ്ദേഹത്തിന്റെ എല്ലാവരും ഇരിപ്പുണ്ടല്ലോ, പുള്ളി കാണിക്കട്ടെ. പാളിയില്ലേ? പാളി എന്നാണ് പറഞ്ഞത്. ആർക്ക് പാളിയെന്ന്? ബാലു ആരാ അപ്പൊ ബോണറ്റ് ഇരിക്കുന്നത്? അങ്ങനെ നിങ്ങളുടെ വീഡിയോയിൽ ഉണ്ടെങ്കിൽ ഇവരിൽ ആരാ ബോണറ്റ് ഇരിക്കുന്നത്? എന്റെ പൊന്നെ, ഇത് ഞാൻ ആ കഥ പറയേണ്ടി വരും. പിന്നെ സിനിമയുടെ കഥയിലേക്ക് ചിലപ്പോ പോവാതെ. ഒരു കുഴപ്പമില്ല. അത് അഭിലാഷ് എനിക്ക് അനുമതി തന്നെ ഇപ്പൊ പറയും. പറയണം. അല്ല, ആരാ ബോണറ്റ് ഇരിക്കുന്നത്? ഒരു കുഴപ്പമില്ല. ഡയറക്ടർ പറഞ്ഞോ, ഇനിയിപ്പോ ഹൈദരാലി പെട്ട് ഓക്കെ പറഞ്ഞു. ഇനി ഹൈദരാലിയോട് ഒരു കാര്യം ചെയ്യട്ടെ, ഏത് പടത്തിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂ ആണെന്നറിയാം. ഞാൻ ഉദ്ദേശിച്ച വീഡിയോ ആണോ? അതുവരെ കറക്റ്റാ. അതുവരെ കറക്റ്റാ. കറക്റ്റാ. നമ്മളില്ലടാ. നിങ്ങളില്ല. ടെൻഷൻ അടിക്കല്ലേ? ടെൻഷനല്ല. അല്ല, ഞങ്ങളൊരു ആകാംക്ഷ. അല്ല, ഞങ്ങൾ അറിയാണ്ട് ഇല്ല, അതായത് അത് ആ സീനല്ല നമ്മളത്. അല്ല, ഞങ്ങൾ അറിയാണ്ട് ഞങ്ങൾ അഭിനയിച്ച സീനൊക്കെ ഒരു കാര്യം മനസ്സിലായില്ലേ? അതിലൊരു സീൻ എടുത്ത് എന്തായാലും അച്ഛൻ അത് ഇട്ടിരുന്നു, അത് ഡിലേറ്റ് ചെയ്യിപ്പിച്ചു കളഞ്ഞു. സീൻ അല്ല, അത് കറക്റ്റ് ആണല്ലോ. ഇപ്പൊ അതിന് മാറ്റം ശരി. അതെ, ഇനിയിപ്പോ ഇവിടെ ക്യാമറ പിടിപ്പിക്കില്ല കേട്ടോ. നമ്മള് ഈ സാധനം നമ്മൾ പോസ്റ്റ് ചെയ്യും. നമ്മളോട് എല്ലാരും ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാരും ഉണ്ടെന്നേ. രാജ്യമില്ല. നിങ്ങളില്ല, അവരില്ല. ചേട്ടൻ, ജയകൃഷ്ണൻ ചേട്ടൻ സമയത്ത് ഷൂട്ടിന് വരണം. ഞങ്ങളെ സീനിലില്ല. പിന്നെ നേരത്തെ വന്നിക്കണം. അങ്ങനെയാണ് ഉൾപ്പെടുത്തായിരുന്നു ഒന്ന്, അല്ലേ? ഇവരെന്നല്ല, അച്ചു വന്നു. അർജുൻ ലാസ്റ്റ് വരുന്നതാണ്, മറ്റേ ബൈക്കിൽ വരുന്നത്. ലാസ്റ്റ് ബൈക്കിന് വരുന്നത് ബാലുമില്ല. ഇതൊക്കെ അർജുൻ ഉച്ച കഴിഞ്ഞാൽ അത് അവിടെ നിൽക്കട്ടെ. അല്ലല്ല, അത് അവിടെ നിൽക്കണ്ട. നിങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ഉണ്ടായിരുന്നു ജീപ്പിന്റെ മേളിൽ ഞാൻ കയറിയിരുന്നു എന്നൊക്കെ പറഞ്ഞു. അല്ല, വീഡിയോ ഡൗൺലോഡ് ചെയ്ത് കയ്യിലുണ്ട്. ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്നു. ഇതാണ് ഹൈദരാലി, ഇതാണ് നിങ്ങളുടെ തൊഴിലിൽ നിങ്ങൾ ചെയ്യുന്നത്. എന്നറിയാം, എപ്പോഴും മനുഷ്യരെ കബളിപ്പിക്കുന്ന ആ പരിപാടി നിർത്തി. കാരണം നിരപരാധികളായ രണ്ട് ചെറുപ്പക്കാർ ഇതിനകത്ത് ഇപ്പം, അല്ലേ, അവർക്ക് എന്ത് മനസ്സിന് ബുദ്ധിമുട്ടാവും. അന്ന് ഇങ്ങനെ തമാശ പറഞ്ഞ് എത്ര പേരെ വേദനിപ്പിക്കുന്നുണ്ടെന്നറിയോ? അതൊന്നും ചെയ്യില്ല. സാറില്ലാണോ? സോൾവ് ചെയ്തോ? പിന്നെ പറ്റുമോ? ഞങ്ങളുടെ മക്കളല്ലേ. തുടങ്ങാലോ അല്ലേ? എനിക്ക് സുമതിവള് ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം കഥ കേൾക്കുന്ന അച്ചുവാണ്, അല്ലേ? അത് 2019 കാറിനുള്ളിൽ കാർ വാഷിന് അവിടെ വെച്ചിട്ടാണ് കഥ കേൾക്കണത്. നമ്മുടെ നിങ്ങൾ രണ്ടുപേരും ഷെയർ ആയിട്ട് നടത്തുന്ന കാർ വാഷ്. പക്ഷെ ആ സമയത്ത് കൊറേ നോക്കി പരിപാടികള്. കാരണം ആ സമയത്ത് നടക്കാൻ ഞാൻ നന്നായി, ബിസിനസ് വൈസ് ആയാലും. ഇപ്പൊ ഇവരുടെ പേരില് വലിയൊരു പ്രൊഡക്ഷൻ കമ്പനി, ആ ഒരു വൃത്തിക്ക് തന്നെ ഈ പടം ചെയ്യാൻ പറ്റി. അപ്പൊ അത് ഭയങ്കര വലിയ ഭാഗ്യം. കറക്റ്റ് സമയത്ത് തന്നെ നടന്നു. നമ്മൾ ആഗ്രഹിച്ച പോലെ ചെയ്യാൻ പറ്റി. അതാണ് എന്റെ സത്യം. അന്ന് ചെയ്യുന്നെങ്കിൽ ഇദ്ദേഹം കിട്ടൂലായിരുന്നു നമുക്ക്. അത് ഭയങ്കര കറക്റ്റ് ആൾക്കാർ വന്ന് ഒത്തുചേർന്നു, കറക്റ്റ് രീതിക്ക് ആ പടം ചെയ്യാൻ പറ്റി. പക്ഷെ അതിൽ ഏറ്റവും സന്തോഷം എന്താ വെച്ചാൽ അർജുനെ നമ്മള് പല ലൊക്കേഷനിൽ പോകുമ്പോഴേ ഇപ്പൊ അർജുനെ മുന്നത്തെ പടത്തിൽ വർക്ക് ചെയ്ത ആളുകളാണ്. അപ്പൊ അവരുടെ അടുത്ത് അർജുൻ ഇതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ടാവും. അപ്പൊ ചേട്ടാ അർജുനോട് കഥ പറഞ്ഞിട്ടുള്ളത് സുമതിയുള്ളത്. അവൻ അർജുൻ അത് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. അവൻ എനിക്ക് തോന്നുന്നത് ഏകദേശം 4-5 വർഷത്തോളം അപ്പൊ അത് ആസ് ആൻ ആർട്ടിസ്റ്റ് നമ്മളെ ട്രസ്റ്റ് ചെയ്തു.
തിരിച്ച് ഞങ്ങൾ അവനെയും ട്രസ്റ്റ് ചെയ്തു. അങ്ങനെയാണ് ഈ സിനിമ സംഭവിക്കുന്നത്. സംഭവം എന്തായാലും സിനിമ കാത്തിരിപ്പാണ് പ്രഷർ, അതിനൊരു മാറ്റമില്ല. അത്രമാത്രം പബ്ലിസിറ്റി കിട്ടിയേക്കുന്ന ഒരു സിനിമയാണ് ഇത്. എല്ലാവരും നമ്മള് എത്ര 86 ദിവസം ഷൂട്ട് ചെയ്ത്, പക്ഷെ അത്രയും ലെങ്തി ഒരു 50 ദിവസമൊക്കെയാണ് മാക്സിമം. അതിന് മുന്നേ ഞാൻ ചെയ്ത എല്ലാ പടങ്ങളും 50 ദിവസം. എന്റെ ഓരോ സീനുകളിലും നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയം സീനുകൾ കഴിഞ്ഞ് വെറുതെ ഇരിക്കുമ്പോ ഈ നമ്മള് കല്യാണം ഓടിച്ചിട്ട് അടിക്കാനായിട്ട് തന്നെ ഷോർട്ട് കട്ട് പിടിച്ചിട്ട് ഓടിച്ചിട്ട് അടിക്കാനായിട്ട് ഏറ്റവും ഇദ്ദേഹമായിരുന്നു അവിടെ ഏറ്റവും ബോബി ചേട്ടനുള്ളതുകൊണ്ട് സത്യം പറഞ്ഞ സമയം കൂടുതൽ അറിഞ്ഞില്ല. ഞാനിപ്പോ അവിടെ റേഞ്ചും ഇല്ല, ഒന്നുമില്ല. രാത്രി 6 to 6 മോർണിംഗ് ഉള്ളത് കരിമ്പുലിയും ആനയൊക്കെ. സംസാരിക്കാനും പറ്റും. ഫോണിനൊന്നും റേഞ്ച് ഒന്നും പറഞ്ഞാലും മനസ്സിലാവും. അല്ല ഇങ്ങനത്തെ സൗണ്ടാണ് സംസാരിക്കേണ്ട വരില്ലായിരുന്നു. നമ്മള് ക്ലൈമാക്സ് എത്ര ദിവസമായിരുന്നു ലാസ്റ്റ് ഷൂട്ട് ചെയ്ത്? 3 ദിവസം ക്ലൈമാക്സ് നമുക്ക് അങ്ങനെയുണ്ടല്ല ഫൈറ്റ് ബോബിച്ചേട്ടൻ ഉള്ളത് അല്ലല്ല ഞങ്ങള് തമ്മിലുള്ള സീക്വൻസിനാര്. അല്ല അതിപ്പോ പറയാൻ കാര്യം ഞാൻ എന്തോ ഒരു എന്തെങ്കിലും പറഞ്ഞോട്ടെ. അല്ല ഒരു ടൈം ഷെഡ്യൂളിലെ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് നമ്മള് ഞാനിത് പറയാൻ വന്നത്. ഞങ്ങള് സീനിൽ അഭിനയിക്കാൻ വന്നപ്പോഴേ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടാണ് ഈ മറ്റേ ക്രിയേറ്റീവ് സൈഡ് മുഴുവൻ ഓർക്കുന്നുണ്ടോ? അപ്പൊ നമ്മള് പറഞ്ഞ് നമുക്ക് കട്ടക്ക് പിടിക്കുക, നമുക്ക് ഈ പരിപാടി ഇന്ന് തീർക്കണമെന്ന് പടപടാതെ തീർക്കണമെന്ന് പറഞ്ഞ് ഞങ്ങള് വർക്ക് ചെയ്തൊരു സാധനം ഉണ്ട്. അതിപ്പോ ഓർമ്മ വന്നാ ഓർമ്മ വരുമ്പോ പറയാൻ പറ്റുള്ളൂ. പിന്നല്ലാതെ അല്ലാതെ പോലും പറയാൻ പറ്റും നിങ്ങളെ പോലെ. എപ്പോഴും ഓർമ്മ ഉണ്ടാവില്ലോ. പിന്നല്ലാതെ നിങ്ങളിത് പുള്ളിനെ റോസ്റ്റ് ചെയ്ത ഷോ ഞാൻ തിരിച്ചുണ്ടല്ലോ. എപ്പോഴും ഓർമ്മ ഉണ്ടാവും. അവനെ പറ്റി അച്ചു തന്നെയാണ് ബാലുവിന്റെ അടുത്ത്. ബാലുവിലേക്ക് അച്ചു പറയുന്നു അല്ലെ? അല്ല അത് അവിടെ നിന്ന് ഒരു സജഷൻ പറഞ്ഞു. അപ്പൊ അച്ചുവിന് കണക്ട് ചെയ്ത് ഇതുപോലെ അച്ചു എനിക്ക് വേണ്ടി ചെയ്യും അടുത്ത പടം. അതെയോ? പിന്നല്ലേ അച്ചു പടത്തിലെ 2-3 പേരെ, അതായത് റാഫിനെ കാസ്റ്റ് ചെയ്തത് അർജുൻ സജസ്റ്റ് ചെയ്ത, അതേപോലെ ശിവനെ ഓൾറെഡി നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. സ്വന്തം കഴിവുകൊണ്ട് വന്ന ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി മുഴുവൻ റെക്കമെൻഡേഷൻ. അത് പൊളിയായി കേട്ടോ. ആരും റെക്കമെൻഡ് ചെയ്തില്ല. അത് ആലോചിക്കണം. അത് അഭിലാഷ് പറഞ്ഞല്ലേ, ഇവർ രണ്ടുപേരും പണി കണ്ടിട്ട് ബോധ്യപ്പെട്ടിട്ടാണ് എന്നെ വിളിച്ചത്. ബാക്കി പണി കണ്ടിട്ട് ഒരു കിട്ടിയ പണി റെക്കമെൻഡേഷൻ ആണ്. കിട്ടിയ പണിയാണിത്. ഇത് പക്ഷെ ഞാനിപ്പോഴാണ് അറിയുന്നത്. ഏതാ? ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഉറപ്പായിരുന്നു. പിന്നെ എങ്ങനെയാ? പിന്നെ എങ്ങനെയാ? അടിപൊളിയാണ്. നമ്മള് ഭയങ്കര ലവിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എന്ത് സംശയിക്കണം? നിങ്ങൾ ശരിക്കും ഇതാണല്ലോ നമ്മള് കാര്യങ്ങൾ പറയുന്നത്. ബാലു ഈ കഥ കേൾക്കുന്നു. ബാലുവിന്റെ ഒരു കഥാപാത്രം ഏത് കഥാപാത്രമായിട്ടാണ് ഈ സിനിമയിൽ വരുന്നത്? കഥാപാത്രം ഏത് ടൈപ്പാണ്? ഏത് ടൈപ്പ് കഥാപാത്രമാണ്? വളവിൽ കുറെ അതിൽ ഏത് ടൈപ്പ് കഥാപാത്രമാണ് പിടിച്ചിരിക്കുന്നത്? ഏത് ടൈപ്പ് കഥാപാത്രം? ഇപ്പൊ അച്ചുവിന്റെ നമ്മള് എല്ലാരും ഒരു ഗ്യാങ്ങിലുള്ള ആൾക്കാരാണ്. കല്ലേലി എന്നുള്ള സ്ഥലത്തിലുള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. അപ്പൊ അതിനകത്തുള്ള ഒരു A&A ഓഡിയോ ആൻഡ് വീഡിയോ കാസറ്റുകൾ നടത്തുന്ന ആൾക്കാരാണ്. പാർട്ട്ണർഷിപ്പ് നടത്തുന്നതാണ് ഞങ്ങൾ രണ്ടുപേരും കൂടി. അമ്പാടി എന്നാണ് എന്റെ മോഡേൺ ആണ്. ഞാൻ ഇത്തിരി കുറച്ച് മോഡേൺ ആണ്. അത് കണ്ടിട്ട് ഞങ്ങളുടെ പണിക്കാരും മോഡേൺ ആയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു 90s നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ളൊരു പഴമയുടെ ഒരു ഫ്രഷ്നെസ് ഇതിനകത്തുണ്ട്. എനിക്ക് ആക്ച്വലി ഈ സിനിമയിലേക്ക് എനിക്ക് ഭയങ്കര ഇന്നാവുള്ളൊരു സംഭവം വെച്ച് കഴിഞ്ഞാല് ഒരുപാട് കാലമായി ഭയങ്കര രസമുള്ളൊരു യക്ഷിപ്പടമൊക്കെ കണ്ടിട്ട്. യക്ഷിപ്പടം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പണ്ട് ഒരുപാട് കണ്ടിട്ടുണ്ട്, ആസ്വദിച്ചിട്ടുണ്ട്. എല്ലാം നമ്മൾ ഭയങ്കരമായിട്ട് അത് ആഘോഷിച്ചിട്ടുണ്ട് യക്ഷിപ്പടങ്ങളെല്ലാം. പക്ഷെ ഒരുപാട് കാലമായി അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് മലയാളികൾക്ക് കിട്ടിയിട്ട്, ഇത്രയും ക്വാളിറ്റിയിൽ നമുക്കൊരു സാധനം കിട്ടിയിട്ട്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു കാലഘട്ടത്തിലൊരു സംഭവം ഇത്രയും ക്വാളിറ്റിയിൽ ഇപ്പോഴത്തെ ഒരു ഓഡിയൻസിന്റെ മുമ്പിൽ നമുക്ക് കൊണ്ടുപോയി പ്രസന്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ പോലെ സുമതി വളവ് നമ്മൾ ട്രിവാൻഡ്രത്താണ്, നമ്മൾ പാലക്കാടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ആ സുമതി വളവ് നമ്മൾ അവിടെ ചിത്രീകരിക്കുകയാണ്. അതിൻ്റെ ഒരു ആർട്ട് വർക്കിന്റെ കാര്യങ്ങളൊക്കെ ഇവരൊന്ന് പറഞ്ഞോട്ടെ ഇവനൊന്ന് പറഞ്ഞോട്ടെ പറഞ്ഞു അങ്ങനെയാണ് പറഞ്ഞു. അതല്ലേ ഞാൻ പറഞ്ഞു 2 പ്രാവശ്യം പറഞ്ഞു. പൊട്ടനാണ് മുതലാളി ഇവൻ. ഞാനിപ്പോ പറഞ്ഞത്
ഞാൻ അച്ചു പറയുന്നത് എനിക്കത് മുള്ളാൻ പോണം അല്ല 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 ഞാൻ എനിക്ക് മുകളിലേക്ക് പോകണം. ഇനി ഭക്ഷണം കഴിക്കാൻ ഓക്കെ ഇനിയും പറഞ്ഞോട്ടെ. ആഡ് ചെയ്യാനായിട്ടുള്ളത് സൗണ്ട് വന്നപ്പോ കൈമുക്കിയതാ. എന്നാലും പറയാൻ പറ്റുള്ളൂ. ഈ പടം ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ ക്ലാരിറ്റി വരുമല്ലോ എങ്ങനെ ഇരിക്കും. അപ്പൊ അതില് വിഷ്ണു ചേട്ടൻ തന്നൊരു ക്ലാരിറ്റി എന്ന് വെച്ചാല് നമ്മൾ പണ്ട് മലയാള സിനിമ കണ്ടൊരു രീതിയില്ലേ, അതിപ്പോ മിസ്സിംഗ് ആണ്. അപ്പൊ ആ ഒരു സ്റ്റൈൽ ഓഫ് മേക്കിങ്ങില്, ഒരു പാറ്റേൺ ഓഫ് മേക്കിങ്ങില് പുതിയ ടെക്നോളജി കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും. അപ്പൊ അത് എനിക്ക് ഭയങ്കരമായിട്ട് അട്രാക്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്തു. അപ്പൊ ഇത് പറഞ്ഞപ്പോ അത് ആഡ് ചെയ്യാൻ തോന്നിട്ട് പറഞ്ഞു. അത് ശരിക്കും കേട്ടോ, ഒരു 90s ആ സമയത്ത് ഉണ്ടാവുന്ന ഒരു സിനിമയുടെ ഒരു പാറ്റേൺ ഓഫ് മേക്കിംഗ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. പക്ഷെ പുതിയ രീതിയിലുള്ള ടെക്നോളജി എല്ലാം നമുക്ക് പുതിയതുണ്ട്, അതിന്റെ എല്ലാ സഹായം നമുക്കുണ്ട്. പക്ഷെ ആ സമയത്ത് കാണുന്ന ഒരു സിനിമയുടെ ഒരു സുഖം ഉണ്ടാവും. ഒരിക്കലും നമ്മൾ മറ്റേ ഇത് ഒരു സുമതി വളവ് ഇത്രയും പൈസ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ കോൺസറിങ് പോലത്തെ ഒരു പടം എന്നുള്ള രീതിയിലുള്ള പരിപാടി നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് അതല്ല, ഒരു പ്രോപ്പർ നമുക്ക് പണ്ട് കാണുന്ന ഒരു യക്ഷിപ്പടത്തിന്റെ ഒരു യക്ഷിക്കഥ നമ്മളുടെ യക്ഷിക്കഥ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. യെസ്, കൊണ്ടുവരാൻ പറ്റുക. ഞാൻ നേരത്തെ ചോദിച്ച പാലക്കാട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു സിനിഫൈൽ ഓഡിയൻസിനെ മാത്രം ഫോക്കസ് ചെയ്യാതെ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുണ്ടല്ലോ, അവർക്ക് കണക്ട് ആവുന്ന രീതിയിൽ അവർ കണ്ടു മറന്നേക്കുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ്, അത് ഇന്നത്തെ ടെക്നോളജി വെച്ച് നമ്മളത് ഈ സുമതി വളവിൽ നടക്കുന്ന സംഭവങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതൊന്ന് സ്റ്റഡി ചെയ്യാൻ വേണ്ടി കുറെ സമയങ്ങൾ നിങ്ങൾ എടുത്തിരുന്നു. നമ്മൾ കുറെ സമയം എടുത്തു, എന്നിട്ട് നമ്മളത് വേണ്ടെന്ന് വെച്ചു. അതെന്താണ്? അല്ല, കാരണം നമ്മൾ ഓൾറെഡി ഇത് പല ആൾക്കാരെയും ആ റിയൽ സ്റ്റോറി നമ്മൾ ഒന്നാമത് തന്നെ ഇതൊരു ഫിക്ഷണലായിട്ടും മിത്തായിട്ടുമാണ് ഞാൻ ഈ കഥ തന്നെ കൺസീവ് ചെയ്തേക്കുന്നത്. ദ ഫസ്റ്റ് വേർഷൻ, ദ ഒജി. അപ്പോൾ അത് അതിൻ്റെ റിയാലിറ്റി ഇപ്പോഴും എന്താണ്, അതിൻ്റെ യഥാർത്ഥ സത്യം എന്താണെന്നും നമുക്ക് അറിയത്തില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് അഭിലാഷേട്ടൻ സുമതി വളവിൻ്റെ ഒരു ടോട്ടൽ ഔട്ട്ലൈൻ എന്നോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഒറിജിനൽ OG സ്റ്റോറി അല്ല വിഷ്ണു. ഞാൻ ഉദ്ദേശിക്കുന്ന ആ വളവും ആ വളവിലെ ഇൻസിഡൻസ് തന്നേക്കുന്ന ഇൻസ്പിറേഷനും മാത്രമാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഹുക്ക് ഫാക്ടറായിട്ട് തോന്നി. പിന്നെ അതിൻ്റേതായിട്ടുള്ളൊരു സിനിമാറ്റിക് എലമെന്റ്സും കാര്യങ്ങളും, അതിൽ നിന്നും ഉണ്ടായ ഒരു ഗ്രാമം, ഒരു ടോട്ടൽ കംപ്ലീറ്റ്. മറ്റേ കഥ ഓൾറെഡി നമ്മളിപ്പോൾ സിനിമ ചെയ്താൽ അത് അറിയാലോ എല്ലാവർക്കും. രത്നാകരൻ എന്ന് പറയുന്ന ഒരാള് സുമതിയെ വളവ് വെച്ച് കൊന്നു. പിന്നെ അതേ നടന്ന കഥ റിയൽ സ്റ്റോറി, എല്ലാവർക്കും അറിയാവുന്ന സ്റ്റോറി. അപ്പോൾ അതൊരിക്കലും സിനിമയായി കഴിഞ്ഞാൽ അതിൻ്റെ ഒറിജിനൽ ആളുകളൊക്കെ ഇപ്പം ജീവിച്ചിരിക്കും, അവരുടെ ഫാമിലി ഇന്നും ഉണ്ട്. അപ്പോൾ നമ്മൾ ആ കഥ ഫോളോ ചെയ്യേണ്ട, പുതിയൊരു കഥ ഉണ്ടാക്കുക, അതിലേക്ക് ഈ വളവിനെ പ്ലേസ് ചെയ്തിട്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ നമ്മൾ ഈ യക്ഷിക്ക് കൊടുത്തേക്കുന്ന ഒരു എക്സ്പ്ലനേഷനും വേറൊരു സ്റ്റോറിയാണ്, ഡിഫറെന്റ് സ്റ്റോറിയാണ്. ഒരിക്കലും സുമതിയുടെ ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയുന്നുണ്ട്. അവിടെ ഒരിക്കലും യഥാർത്ഥ സുമതി വളവിൽ ആ മരിച്ച സുമതിയുടെ കഥയല്ല പറയുന്നത്. ഇത് പേരാണ് അവിടെ ഉള്ളത് അല്ലേ? പേര് സുമതി വളവെന്നുള്ള പേര്. വളവിലുണ്ടായ ചെറിയ രസകരമായിട്ടുള്ള ഇൻസിഡൻസും നമ്മൾ എടുത്തിട്ടുണ്ട്, അഡാപ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു 98% ഇത് തന്നെയാണ്. വേറെ കുറെ പേരുകൾ ഇപ്പൊ സുമതി എന്നുള്ള മാറ്റി അവിടെ വേറെ കുറെ പേരുകൾ വെച്ച് ഇങ്ങനെ ആലോചിച്ച് ചോദിച്ചു, ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല, കിട്ടുന്നില്ല. ഈ പേര് ഇങ്ങനെ മൈൻഡിൽ കിടക്കാണല്ലോ. അവൻ അത് തന്നെ പോവാം. ആക്ച്വലി ആ വളവാണ് എടുത്തേക്കണ പേരല്ല, വളവ് അല്ല. അത് അഭിലാഷ് പിള്ള അറിയാലോ വളവ്. അഭിലാഷ് പിള്ളക്ക് വളവിൽ എന്താ പ്രത്യേകത? വേറെ വളഞ്ഞ വഴിയുണ്ടോന്ന് ചോദ്യം. 10 വളം നിട്ടാണ് അല്ലേ? ഈ സൗണ്ട് ഇപ്പം കുറച്ച് ദിവസമായോ ഇങ്ങനെ? സൗണ്ട് എന്താണ് പറ്റിയത്? ഒരു മൂഡ് അനുസരിച്ച് കളഞ്ഞാണല്ലോ. എന്തായാലും ഒരു ഹെക്ടിക് ഷൂട്ടിംഗ് സമയത്ത് അത് തന്നെ പറഞ്ഞ പകുതി സൗണ്ട് പോയി. ചത്താപ്പച്ച പടത്തിന്റെ നല്ല ഇടി കൊണ്ടിട്ട് കാറിട്ടേ. ഫൈറ്റ് സീനാണോ? എത്ര ദിവസമായി ഫൈറ്റ് തുടങ്ങിയിട്ട് ഇപ്പൊ 6 ദിവസമായി. ഇനിയൊരു ഓഗസ്റ്റ് വരെ ഉണ്ടാവും. അന്നേരം ഫൈറ്റ് ആണോ? ബാക്കി സീൻസ് എല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ വലിയ ഒരു സിനിമയാണല്ലോ. വലിയ പടം എന്ന് വെച്ചാൽ ഒരു വലിയ പടമാണ്. പക്ഷെ ഇതില് ഒരു WWE എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിന് ഷൂട്ട് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. ഭയങ്കര വലിയ ഫൈറ്റ് സീനൊന്നും അല്ല, പക്ഷെ ഭയങ്കര ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ആ പടത്തിൽ അഭിനയിച്ച എല്ലാവരും പ്രോപ്പർ ഡയറ്റും പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നടന്തലി തൊണ്ടൊക്കെ പോയി. കറക്റ്റാ പറഞ്ഞ ഇടികൊണ്ട് ഒച്ചപ്പോയതാ. ഇടികൊണ്ട് ഒച്ചപ്പോയതല്ലേ? അമ്മേ അമ്മേ വിളിച്ച്
പക്ഷെ ആ സിനിമയെ കുറിച്ച് പറയുമ്പോൾ നല്ല സൗണ്ട്, ഈ സുമതിയോള് വരുമ്പോൾ സൗണ്ട് ആ സമയം നമുക്ക് അതിന് കൊടുക്കാം. ഇപ്പൊ നമുക്ക് സുമതിയോളയിൽ തന്നെ ഇരിക്കും. അപ്പൊ ആ സൗണ്ട് ഒന്നും കൂടെ സുമതിയോളയിലേക്ക് നമുക്ക് വരാം. അതാ പറഞ്ഞത്. ചോദിക്ക്. അല്ല, സുമതിയോളയിലേക്ക് വരുമ്പോൾ സൗണ്ട് ഒന്നും കൂടെ ഒന്ന് അപ്പാവണമെന്ന് ഞാൻ പറഞ്ഞു. ചോദിക്കാന്ന് അപ്പാവണമെന്നാ പറഞ്ഞു. ചോദിക്ക് മുതലാളി ചോദിച്ചാൽ ഞാൻ അതിനെന്തെങ്കിലും പോട്ടെ. കുറെ 5 സോങ് ഉണ്ട്, ഡാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇറങ്ങിയ ഒരു പാട്ട് ഞാൻ ഡാൻസ് ചോദിച്ചു വാങ്ങിയതാ. അപ്പൊ അതിൽ ഞാൻ ഇന്ന് നമ്മളെ ഈ സുമതിമാരുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അവർക്ക് കുറെ പേർക്ക് കംപ്ലൈന്റ് ഉണ്ടായിരുന്നു. ഡാൻസ് മോഹിച്ചു വന്നവർക്ക് ഡാൻസ് കൊടുത്തില്ല. ഡാൻസ് ചെയ്യാൻ ഒരു മിനിറ്റ് പറയട്ടെ. അല്ല, സുമതിനെ പറ്റി സംസാരിക്കണം പറഞ്ഞോ, തീർക്ക്. ഞാൻ തീർക്കള്ള പറഞ്ഞു. അവർക്ക് ഡാൻസ് മോഹിച്ചു വന്നവർക്ക് ഡാൻസ് കൊടുത്തില്ല. അങ്ങനെ 2 പേര് വളരെ ഡാൻസുകാരും കൂടെയാണ് അവർക്ക് കൊടുത്തത്. അതാരൊക്കെയാ? ഫോർ എക്സാമ്പിൾ അടുത്ത പറയാം. പിന്നെ ഗോപിക്ക് കൊടുക്കാൻ പറ്റിയ സീക്വൻസ് ഗോപിക്കും ജോയിക്കും ഡാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ ശരിയാ. അല്ല, അത് കൊടുക്കാൻ പറ്റിയ സീക്വൻസ് അല്ലാത്തോണ്ട് അവർ യക്ഷിയായിട്ടാ വന്നതെന്നല്ല ഡാൻസ്. അമ്പലപ്പാട്ടിനകത്ത് അത് യക്ഷിയായിട്ട് കുറെ കൂടെ പോയെന്ന്. അവര് പ്രൊമോഷൻ നന്നായിട്ട് ഡാൻസ് കളിക്കുന്നുണ്ട്. അതുകൊണ്ട് അവര് പ്രൊമോഷനിൽ നമ്മൾ അതിനുവേണ്ടി പ്രൊമോഷനില് മനസ്സിലാക്കി ഡാൻസ് കളിക്കുന്നത്. പ്രൊമോഷൻ ഇവൻ ഡാൻസ് കളിച്ചില്ലല്ലോ, വന്നില്ലല്ലോ. അതുകൊണ്ട് പ്രൊമോഷൻ കളിക്കുന്നില്ല. ആ ഒരു സോങ്ങില് ഗംഭീരമായിട്ട് ഡാൻസ് നിങ്ങൾ 2 ഡാൻസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ഒരു ബോണ്ടിങ് കൂടെയാ ആ സോങ്. അതൊരു ബ്രേക്ക്. ഞാൻ ഇന്നൊരു പോസ്റ്റ് ഇട്ടു, ഒരു സീനുമില്ല മച്ചാരെന്ന് പറഞ്ഞിട്ട് ആ പോസ്റ്റർ വെച്ചിട്ട് ഇട്ടിട്ടുണ്ടല്ലേ. ഈ കുറെ കുടുംബ കഥകൾ, നമ്മൾ കുടുംബ പശ്ചാത്തലം കഥകൾ സിനിമകൾ ഇപ്പോൾ വന്നു പോകുന്ന കാലഘട്ടത്തിൽ ഇത് ഫാമിലിക്കും കാണാം എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഫാമിലിക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ്, ഹൊറർ സിനിമയാണ്, കോമഡി ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വന്ന ഒരു സുമതി വളവാണ്. അത്തരം ഒരു സബ്ജക്റ്റ് പ്രേക്ഷകർ ഏറ്റെടുക്കാനുള്ള ഒരു കാരണം നമ്മൾ മുന്നോട്ട് വെക്കുകയാണ്. ഈ സബ്ജക്റ്റ് നിങ്ങൾക്ക് ഏറ്റെടുക്കാം എന്ന് പറയാൻ അഭിലാഷിന്റെ സ്ക്രിപ്റ്റിലെ ഒരു കാമ്പ് എന്തായിരിക്കും? അല്ല, മലയാള സിനിമയുടെ എത്രയോ കാലഘട്ടമായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഫാമിലി സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ സിനിമകൾ ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് കണ്ട് വളർന്നു വന്ന ആളാണല്ലോ ഞാനും വിഷ്ണു, അല്ലെങ്കിൽ നമ്മളെല്ലാവരും. അപ്പോൾ തീർച്ചയായിട്ടും മലയാളികൾ എന്തും നല്ലതിനെ സ്വീകരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ഞങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് 100% ആത്മവിശ്വാസമുണ്ട്. ആത്മവിശ്വാസം തന്നെയാണ് ഈ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരവും. അത് പ്രേക്ഷകർ ഞാൻ പ്രേക്ഷകനായിട്ട് സിനിമ ഇപ്പം ഫൈനൽ ഔട്ടുണ്ട് ആളാണ്. എന്നിലെ പ്രേക്ഷകനെ 100% തൃപ്തിപ്പെടുത്തിയ സിനിമയാണ് സുമതിയോള്. അപ്പോൾ എനിക്കത് എന്നെപ്പോലെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ വിഷ്ണുവിനെ ഞങ്ങളെപ്പോലെ ഇഷ്ടപ്പെടുന്ന ഒരു 100-ലൊരു 75 പേരിലും കാണില്ലേ. അതുകൊണ്ട് ആ പടം വർക്കാവുമെന്നാണ് വിശ്വാസം. മാളികപ്പുറം പോലെ ഒരു സിനിമയ്ക്ക് ഷൂട്ടിംഗ് സമയം കുറേ സമയങ്ങളെടുത്തു, കുറേ ദിവസങ്ങളെടുത്തു. ഒത്തിരി ഈ പറഞ്ഞ പോലെ കല്ലും മുള്ളും അങ്ങനെയുള്ള പാതയിൽ ചെരുപ്പ് പോലും ഇടാത്ത ഒരു അവസ്ഥ ഉണ്ട്. ഇത് നേരെ കാട്ടിലേക്കുള്ള ഒരു സീനുമായിട്ട് പോകുന്നു. ആ 2 സീനുകളോട്ട് വ്യത്യാസം മനസ്സിൽ തോന്നിക്കുന്നത് എന്തായിരിക്കും? മാളികപ്പുറത്തിലെ ഷൂട്ട് സമയം എടുത്തില്ല, പെട്ടെന്ന് തീർന്നു. ഇത് കുറച്ച് അത്യാവശ്യം സമയം എടുത്തു. കാടിന്റെ സീക്വൻസ് ആണെങ്കിലും ഏറ്റവും കൂടുതൽ നൈറ്റ് ഷൂട്ട് ഉണ്ടായത് സുമതി വളവിനാണ്. ദൈവത്തിന് പിന്നെ ഒരു വെളിച്ചം. കാട് പിന്നെ ഞങ്ങൾക്കൊരു വീക്ക്നെസ്സാണ്, നല്ല വീക്ക്നെസ്സാ. കാരണം എന്താന്ന് വെച്ചാൽ ഇയാൾ എപ്പോ പേന എടുത്താലും ഒറ്റയ്ക്ക് വീക്കിയാ പോലെ ഞങ്ങൾ വീക്കിയാ പോലെ ഞങ്ങൾ എനിക്കൊരു വീക്ക്. ഞാൻ ഏത് കഥ പറയുമ്പോഴും വിഷ്ണുടെ പറയുക കേരള തമിഴ്നാട് ബോർഡറിലുള്ള ഒരു കാട്. വിഷ്ണു ഒരു നോട്ടം നോക്കും, മാറ്റി പിടിക്കാറായില്ലല്ലോ. അപ്പൊ ഫ്രഷ് ആയിട്ട് പറയും എന്നാ നമുക്ക് ഒരു കാട്, തമിഴ്നാട് കേരള ഒരു ബോർഡർ തിരിച്ച് കർണാടക ബോർഡർ. മാളികപ്പുറം ആണെങ്കിലും ഇതാണെങ്കിലും നമ്മുടെ പടത്തിന്റെ ആദ്യം ഓപ്പൺ ചെയ്യണത് തന്നെ ഒരു കാടിന്റെ ഷോട്ടായിരിക്കും. മാളികപ്പുറത്തില് ഇതിലും അങ്ങനെ തന്നെ, ഇതിലും അത് തന്നെയാണ്. പിള്ളേച്ചന് കാട് ഇഷ്ടമാന്നുള്ളത്. അതെ, അല്ല അത് എന്താ പറയാ, ഇപ്പൊ ഞാൻ എനിക്ക് അധികം നാള് വീട്ടിൽ നിൽക്കാൻ പറ്റുമായിരുന്നു. അതുകൊണ്ട് ഈ ബോർഡറൊക്കെ ഷൂട്ട് ചെയ്താലേ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെറുപ്പം മുതലേ കണ്ടിട്ടുള്ള, എന്റെ സ്വന്തം സ്ഥലം കോന്നി എന്ന് പറയും, പത്തനംതിട്ട. ഒരു മലയോര ഗ്രാമം, കാടാണ് ഓപ്പോസിറ്റ്. അപ്പൊ ഈ വിഷ്വൽ എപ്പോഴും ഇങ്ങനെ ചെറുപ്പം മുതലേ മനസ്സിൽ കിടപ്പുണ്ട്. അപ്പൊ കുറെ കാട് ഉണ്ടല്ലേ ഇവൻ ഇടയ്ക്ക് ചേട്ടാ അശോകനും ബാലുവൊക്കെ എന്ത് പഠിച്ചു? ഇതാ ഞങ്ങളുടെ ചോദ്യം. ഈ കാട്ടിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ അടുത്ത പടം ഞാനും വിഷ്ണു ഞങ്ങൾ ദുബായിലാണ് ഷൂട്ട് ചെയ്യാൻ. സീരിയസ്ലി ദുബായ് പ്ലാൻ ചെയ്യുന്നുണ്ട്. അഭിലാഷ് സാറേ, ദുബായിൽ കാട് ദുബായി പോയി കാട് സെറ്റ് ഇടും പുള്ളി. ഞങ്ങള്
ഫുള്ള് ദുബായ് ദുബായിൽ അടുത്ത പടം പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു പടം വേറെ കേരളത്തിൽ തന്നെ, അത് കർണാടക ബോർഡർ തമിഴ്നാട് പോട്ടെ. എവിടെ പോയാലും തിരിച്ചവിടെ ആ കഥയുടെ ഫസ്റ്റ് സീനും കാണാം, ഓർമ്മയില്ല? മറ്റേത് മിക്കവാറും മരുഭൂമിയായിരിക്കും. ദുബായിൽ പറ്റിക്കണ നിങ്ങളെ ചോദിച്ചോ ദേ ഇവിടെ ദുബായിലൊക്കെ ദുബായിൽ പറ്റിച്ചിട്ട് മരുഭൂമിയിൽ ചോദിക്കാറുണ്ടോ ഞങ്ങളൊക്കെ കാസ്റ്റ് ചെയ്തിട്ട് കാട്ടിക്കൊണ്ട് ഷൂട്ട് ചെയ്യും. ഇവരോട്ട് ദുബായി പോയി വേറെ വല്ല അതെ അതിനെ ചോദിച്ചു ദുബായ് പോകുമ്പോ ആരൊക്കെ ഉണ്ടോ? അല്ല, ഞാൻ ദുബായ് പടത്തിൽ ഞാനുണ്ട്. അല്ല പിന്നെ അഭിലാഷിന് അത് തരാതിരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? സൗഹൃദം, സ്നേഹം. ഞാൻ അഭിലാഷിനെ ശരിക്കും ഇപ്പൊ ഈ ഇന്റർവ്യൂലായിട്ട് വിളിക്കും, അല്ലെങ്കിൽ ഞാൻ സാറേ വിളിക്കും. സാറേ അഭിലാഷ് സാറേ, അഭിലാഷ് സാറേ. അല്ല ഈ പറഞ്ഞ പോലെ ഈ പണി സിനിമയുടെ കാര്യത്തിൽ വന്ന് സുമതികളിലേക്ക് വരുമ്പോൾ പണി സിനിമ കണ്ട ഒരു വില്ലനെ അല്ലെ സുമതി വെളി കാണുമ്പോൾ ഒരു എസ് ഐ ആയിട്ട് കാണും, ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ വേറെ ആളായിട്ട് മാറും. പണി സിനിമയ്ക്ക് നേരെ തിരിച്ചാ ശരിക്കും ഇനി ആ സർപ്രൈസ് 1-ാം തീയതി പുള്ളിയിട്ട്. അതെ അതെ, ഞാൻ വില്ലനാണോ അതോ ഇവരുടെ കൂട്ടുകാരനാണോ, സുമതിയാണോ, ഇതാണോ വില്ലൻ, ഇതൊന്നുമല്ല ഇനി അതാണോ വില്ലൻ, ഇതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. മുതലാളി ഞാനാണെങ്കിൽ ഒരു കാര്യം ഞാൻ കുറപ്പ, ഈ ആർട്ടിസ്റ്റുകാർക്കും സുമതി ആരാന്നറിയത്തില്ല ഈ സിനിമ. ഞാൻ ഇന്ന് മറ്റേ നമ്മുടെ സുമതിമാരോട് ആരാ സുമതി ചോദിച്ചോ അവർക്കറിയത്തില്ലല്ലോ ആരാ സുമതി, എല്ലാരും ഞാനാ സുമതി എന്ന് പറഞ്ഞു. കഥ പറയുമ്പോ ഞാൻ ഈ ആർട്ടിസ്റ്റുകളോടെ ഒരു വല്ലാത്ത ചോദ്യങ്ങൾ എഴുതിയ അഭിലാഷെങ്കിലും അറിയാമോ? ആർട്ടിസ്റ്റുകളോട് കഥ പറയുമ്പോഴേ അർജുനാണ് കഥ മൊത്തം അറിയാവുന്ന ഒരാൾ. ബാക്കി എല്ലാവരുടെയും ഔട്ട്ലൈൻ ഡീറ്റെയിൽ പറയും. ഡീറ്റെയിൽ പറഞ്ഞിട്ട് ഞാൻ ഈ ബാക്കി ഉള്ള ആളുകളോട് ഞാൻ പോയിട്ട് പറയും നിങ്ങളുടെ ക്യാരക്ടർ ഇതാണ്, ഔട്ട്ലൈൻ പറഞ്ഞിട്ട് ഞാൻ പിന്നുള്ളതിനൊരു ഫേക്ക് സ്റ്റോറി പറയും. നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ക്ലൈമാക്സ് നിങ്ങളാണ് സുമതി, പറയണ്ട. മനോജ് ചേട്ടനെ പറ്റിച്ചു. ഏറ്റവും ശ്രദ്ധിച്ചാൽ അതിലും പിന്നെ ആനന്ദ് സിനിമയിലെ ഷൂട്ട് നടക്കുമ്പോ അതില് മനോജ് ചേട്ടനാണല്ലോ ഈ മരിച്ച പെൺകുട്ടി അച്ഛനായിട്ടുള്ള ഈ ആട്. അപ്പൊ മനോജ് ഈ കഥ അറിയില്ല. ഞാൻ ഫോണിൽ കൂടെ പറഞ്ഞു ചേട്ടാ ഇതാണ് ഒരു സിംഗർ വന്ന് എൻ്റെ അടുത്ത് ചോദിച്ചു ആരവസാനം കൊല്ലുന്നെന്ന് ചോദിച്ചു. ഞാൻ ചേട്ടാ സസ്പെൻസാ, നിങ്ങളാണ് കൊല്ലുന്നത്, നിങ്ങളുടെ സ്വന്തം മകളല്ലേ ഇത്. അത് പറയും. എനിക്ക് തോന്നി എന്നെ ചില സീനിലൊക്കെ വെച്ചപ്പോ ആതായിരിക്കും ഉദ്ദേശിച്ചത്. അപ്പൊ പുള്ളി വിശ്വസിച്ചെടുത്ത് കുറെ നാള്. ലാസ്റ്റ് എൻ്റെ അടുത്ത് പാക്കപ്പ് വെച്ചിരിക്കും, അത് മറ്റേ സീൻ ഷൂട്ട് ചെയ്തില്ലേ, എന്താ ചേട്ടാ ഒരു കൊല്ലുന്ന സീൻ ഷൂട്ട് ചെയ്യുന്നില്ലേ? ഇല്ല ചേട്ടാ. എന്താ പറയുക, ഇതില് മനോരമ പറഞ്ഞു അവസാനം നിങ്ങളുടെ ദേഹത്ത് സുമതി കയറുന്നുണ്ട്, അങ്ങനെയൊക്കെ പെർഫോം ചെയ്യണോ, ആ സാധനം കൊണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല, എല്ലാവർക്കും അറിയാം, ഇവർക്കൊക്കെ അറിയാം എന്താണ്. എനിക്കറിയില്ല ഡയറക്ട് ചെയ്ത ആൾക്കറിയില്ല കേട്ടോ, ഡയറക്ഷൻ അറിയില്ല. ഈ നേരത്തെ ഇപ്പൊ പറഞ്ഞില്ലേ മനോജേട്ടൻ അഭിനയിച്ച ഒരു സീൻ കാണിച്ചല്ലോ, എന്താണേലും ഒരു കാര്യം ഉറപ്പാ, സുമതി വളവ് എന്നാണ് പടത്തിന്റെ പേര്. അപ്പൊ എന്താണേലും പടത്തിൽ സുമതിയെ കാണിക്കാതിരിക്കാൻ പറ്റില്ല, ഉറപ്പായിട്ടും കാണിക്കണം. അപ്പൊ ഇതിനകത്ത് സുമതി വരുന്നുണ്ട്, അത് എങ്ങനെ വരുന്നുള്ളത് 1-ാം തീയതി. ഏത് അതാണ് സുമതി പടത്തിൽ സുമതി ഉണ്ട്, തിയേറ്ററിൽ പോയി തന്നെ എങ്ങനെയാണ് സുമതി വരുന്നെന്നുള്ളത് അത് തിയേറ്ററിൽ തുടക്കം തൊട്ട് ഓരോ സിനിമകളും അതെ, ഫ്രം ദ സ്റ്റാർട്ടിംഗ് ടു ദ എൻഡ് സുമതി ഈസ് ദേർ. UK is here. ഓരോ സിനിമ മറ്റൊരു സിനിമയിലേക്ക് നമ്മൾ പോവുകയാണ്, എല്ലാവരും അങ്ങനെ മാറിപ്പോവാണ്. സുമതി വളവിലേക്ക് വേണ്ടി ഒരു തയ്യാറെടുപ്പ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഈ സിനിമയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരുന്നു. തയ്യാറെടുപ്പ് എന്താന്ന് വെച്ചാല് ഇവര് ആ ക്യാരക്ടറിനെ എങ്ങനെ കൺവേ ചെയ്ത് എന്നുള്ള രീതി ഒരു 3-4 ദിവസം കൊണ്ട് മനസ്സിലാക്കിയെടുത്ത് അതേ രീതിക്ക് ചെയ്യാന്നുള്ളൊരു പരിപാടി. അപ്പൊ ഇതിനു മുമ്പ് ചെയ്ത പടം ഒരു പാലക്കാട് സ്ലാങ്ങുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് കുറച്ച് ആ ക്യാരക്ടറിൽ ലോക്കായിരുന്നു ഒരു 2 മാസം പരിപാടിയിൽ. അത് കഴിഞ്ഞ് വന്നപ്പോൾ പറഞ്ഞ് ഷട്ടിൽ പറ്റില്ല, ഓണാവണം, ഹൈപ്പർ ആവണം, അങ്ങനത്തെ തെറുപ്പും പരിപാടിയൊക്കെ ആയിട്ടുള്ളൊരു മച്ചാനാണ്. കെയർലെസ് ആണ്, കാസ്റ്റഡിൽ വന്ന് വെറുതെ പരിപാടിയൊക്കെ പിടിച്ച് ജില്ല ചെയ്ത് നടക്കുന്ന ഒരു മച്ചാൻ. അപ്പൊ അത് എനിക്ക് പ്രോപ്പറായിട്ട് ഇങ്ങനെ ഇരിക്കും, ഓരോരോ ആർട്ടിസ്റ്റിനെ കാണിച്ചിട്ട് ഒരു പടത്തിന്റെ റെഫറൻസ് കാണിച്ചിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കും എന്ന് പറഞ്ഞ് നമ്മുടെ പഴയ മുകേഷ് ചിത്രങ്ങൾ റെഫറൻസ് ആയിട്ട് അച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഒരു 90s ടൈമിലൊക്കെ ഉണ്ടായിരുന്ന ഗോഡ് ഫാദറിലൊക്കെ ഉണ്ടായിരുന്ന ഒരു മുകേഷ് ഏട്ടൻ്റെ ഒരു ചാമുണ്ടല്ലോ. അപ്പൊ അതുപോലത്തെ കുറച്ചുകൂടി ഒന്ന് എക്സെൻട്രിക് ആയിട്ട് ഒന്ന് പൊളിയായിട്ടും വേണം. എന്നാലും പേടിച്ചു പറഞ്ഞല്ല, ബാക്കി എല്ലാ കേസും പിടിക്കുന്ന ആളാണ്. എല്ലാ വള്ളികെട്ടും പിടിക്കും, പക്ഷെ 7 മണി കഴിഞ്ഞാൽ ഇയാൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, പേടിയാണ്. ട്രെയിലറിലോ ഡയലോഗ് ഉണ്ടെന്ന് തോന്നുന്നു, നമ്മൾ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, മറ്റേ ഇവനെ ഏത് യക്ഷി പിടിക്കാൻ 7 മണിക്ക് കഥോടൊക്കെ. അങ്ങനെ അതാണ് അതിന്റെ ഒരു തയ്യാറെടുപ്പ്. ബാലുവിനെ സംബന്ധിച്ചോളം ഈ നമുക്ക് ജീവിതത്തിൽ ഭയങ്ങൾ പല രീതിക്കാണല്ലേ.
പല രീതിക്ക് ഇരുട്ടിൻ്റെ ഭയം ഉണ്ടാവും, യക്ഷിയഭയം, നമ്മൾ രാത്രി കാണുന്ന സ്വപ്നങ്ങൾ ഭയം ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്ത് മുത്തച്ഛനും മുത്തശ്ശിയും പറഞ്ഞ കഥകൾ ഭയം, അങ്ങനെ ഒരു ഭയപ്പാടുള്ള എന്തെങ്കിലും അനുഭവം ഉണ്ടോ? എനിക്കൊന്നിനും പേടിയില്ല. ഒന്നും. ആൾക്ക് പേടിപ്പിക്കാനാണ് താല്പര്യം. വരുന്ന എല്ലാ ഇന്റർവ്യൂവിലും പെണ്ണുങ്ങൾ പറയായിരുന്നു ബാലുചേട്ടൻ നന്നായിട്ട് പേടിപ്പിച്ചു. ഡീറ്റെയിൽ ആയിട്ട് പറയട്ടെ, അല്ലെങ്കിൽ കഥ പറഞ്ഞ് അങ്ങനെ കൃത്യമായിട്ട് പറയാം. എല്ലാ പെണ്ണുങ്ങളും ബാലുചേട്ടനെ പറയുന്നത്. അത് ഇന്റർവ്യൂ എടുക്കാൻ എല്ലാവരോടും കഥ കൃത്യമായിട്ട് പറയാം. അതാണ്, അതായത് സെറ്റിൽ എപ്പോഴും ഈ പ്രേതകഥകൾ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരാളാണ് ബാലു. ബാലുചേട്ടൻ. അതായത് ഗ്യാങ്ങിനെ എപ്പോഴും ഇതൊരു പ്രേത സിനിമയെന്ന് ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്ത് ബ്ലൂടൂത്ത് ഒക്കെ ഓണാക്കി കാട്ടിക്കൊണ്ടിട്ടിട്ട് അത് പറഞ്ഞിരുന്നു. പാട്ടുണ്ട്. അത് അഭിലാഷം പേടിച്ചു. ഉണ്ട്. ഞാൻ പെട്ടെന്നല്ല, സൗണ്ട് മാത്രം കരയുന്നു. അത് അഭിലാഷം പേടിച്ചിരുന്നു ഉറപ്പായിട്ട്. പിന്നെ രാത്രി സുമതല കൂടെ നടന്നു പോകുമ്പോ എനിക്കും ശിവക്കും മാത്രമേ അറിയാം. ഞങ്ങളൊരു കുറ്റിക്കാട്ടിന്ന് പെണ്ണ് കരയുന്ന സൗണ്ട്. ഇതേ ഇല്ലായിരുന്നു അല്ലേ? ബോബിച്ചാനില്ലായിരുന്നു. ബോബിച്ചാൻ പിന്നെ ജീവിതത്തിൽ പേടിയില്ലാത്തതുകൊണ്ടേ. ബോബിച്ചേട്ടന് നമുക്ക് സുമതലയിൽ പോകണം. ഇപ്പൊ പോയിട്ട് കാര്യമൊന്നുമില്ല, ഫുൾ ലൈറ്റ് ഒക്കെ ഇട്ട് അതിപ്പോ വീണ്ടും ലൈറ്റ് കട്ട് ചെയ്ത് ലൈറ്റ് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. നല്ലൊരു കല്ലായിട്ട് പോയാൽ മതി, എറിഞ്ഞാൽ മതി. ലൈറ്റ് ഓഫ് ആരെങ്കിലും പൊട്ടിക്കാൻ അവസരം എന്റെ പേരിലാവുണ്ടോ? ചേട്ടനാണ് അല്ല ഒരു മിനിറ്റ്, 1-ാം തീയതി കഴിഞ്ഞ് തീരുമാനിക്കാൻ പോണോ വേണ്ടെന്നൊക്കെ. അല്ല, 1-ാം തീയതി പിന്നെ അങ്ങോട്ട് കേട്ടോന്ന് അറിയില്ലല്ലോ. 1-ാം തീയതി കഴിഞ്ഞ് ഈ സിനിമയുടെ ആ വളവിൽ ജനങ്ങളുടെ പ്രവാഹമായിരിക്കും. അതാ ഞാൻ ഉദ്ദേശിച്ചത്. നമ്മുടെ ഷൂട്ട് ചെയ്ത വളവ് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായി. അവിടെ പെർമിഷൻ ഇച്ചിരി പെർഫെക്റ്റ്. അത് ഈ ആൾക്കാരെ കേറ്റി അവിടെ ഷൂട്ടിംഗ് നടത്തുന്നത് നമുക്ക് ഒറിജിനൽ സുമതിയോളം പോയി നമ്മുടെ ഒരു സക്സസ് ആഘോഷിക്കണം. ഉറപ്പായിട്ട്. തീർച്ചയായിട്ടും. അത് വേണോ? ഇത്തിരി പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഭയങ്കര ഇഷ്ടത്തിനൊക്കെ പോയിട്ട് അത് ഹലോ, നമ്മള് സുമതിയോളല്ലേ പോകുന്നത്? ഹൈദരാബാദി കൂടെ കാണില്ലേ? ഞാൻ കാണും. എന്തിനാ പേടിക്കുന്നേ? ബാക്കി സുമതി പേടിച്ചോളൂ. നമ്മളെന്തിനാ പേടിക്കുന്നത്? സുമതി പേടിച്ചപ്പോ. ഞാൻ പോവാ. അല്ല, ഞാൻ ആ പ്രോഗ്രാം അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വരും. തീർച്ചയായും. ചാറ്റ് വിത്ത് സുമതി. അങ്ങനത്തെ പ്രോഗ്രാം ഞാൻ ഇത് എടുക്കാൻ നമുക്ക് അവിടെ ആയിക്കോട്ടെ, ഷൂട്ട് ചെയ്യാം. ഞാൻ തീർച്ചയായും നമുക്ക് അവിടുത്തെ കുറച്ച് നാട്ടുകാരെ വിളിച്ചു വരുത്തി ഞങ്ങള് നിങ്ങൾ പറയുന്നിടത്ത് വന്ന് ഷൂട്ട് ചെയ്ത് തരും. ബാക്കി എല്ലാം ഉച്ചയ്ക്കല്ല, രാത്രി രാത്രി 12 ഓണം ഉറപ്പായിട്ടും പോണം. കൊടുക്ക്. ഹൈദരാബാദി പോയേട്ടാ. നമുക്ക് എന്തായാലും അങ്ങനെ ഒരു ആഘോഷമാക്കാൻ ഈ സിനിമ വിജയിക്കട്ടെ. 1-ാം തീയതി പ്രേക്ഷകർ ഈ സിനിമ കാണാൻ അതാണ് ഹൈദരക്ക പറയാനുള്ളത്. അതായത് സിനിമ ഇപ്പൊ അറിയാലോ, സിനിമ ഇൻഡസ്ട്രി തന്നെ നിൽക്കുന്നത് സക്സസ് വന്നേ പറ്റത്തുള്ളൂ. നമ്മള് ഇത്രയും ബഡ്ജറ്റിൽ ഒരു സിനിമ ചെയ്ത് ഓഡിയൻസ് മുന്നിലേക്ക് വെക്കുമ്പോൾ ഞങ്ങളും പ്രതീക്ഷയിലാണ് ഈ സിനിമയുടെ സക്സസ് ആണ് ഇനി മുന്നോട്ടുള്ള ഞങ്ങളുടെയും ഒരു ലൈഫ് എന്ന് പറയുന്നത്. ഒപ്പം തന്നെ ഇൻഡസ്ട്രിയുടെ ആവശ്യമാണ് സിനിമകൾ ഒരിക്കലും മൊബൈൽ കാണേണ്ട ഒരു സിനിമയല്ല ഇത്. തീർച്ചയായും സൗണ്ട് എഫക്ട്സ് കാര്യങ്ങൾ, പിന്നെ ഒരുപാട് കാര്യങ്ങൾ സിനിമയെ കുറിച്ച് പറയാനുണ്ട്. പ്ലസ് പോയിന്റ്സ്, നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, നമ്മുടെ പടം എടുത്തിരിക്കുന്ന ആൾക്കാർ, ഗോകുലം ഈ പടം കണ്ട ഞങ്ങളുടെ മെയിൻ പ്രൊഡ്യൂസർ മുരളിച്ചേട്ടൻ, അദ്ദേഹത്തിനെ മറക്കാൻ പറ്റത്തില്ല ഒരിക്കലും. കാരണം സിനിമ ഇത്ര ഭംഗിയായിട്ട് യാതൊരു പ്രശ്നങ്ങളില്ലാതെ കണ്ടിന്യൂസ് 85-86 days. അല്ല, ഒരു ദിവസവും ബ്രേക്ക് പോലും സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമേ വരുന്നുള്ളായിരുന്നു. ഏറ്റവും രസമുള്ള വെച്ചാൽ ഗൗരവ് ഗോപാലൻ സാർ പടം കാണാൻ വന്നിട്ട് ഇന്റർവെൽ ആയപ്പം പുള്ളി ഇങ്ങനെ താഴേക്ക് നോക്കുക. ഞാനോട് എന്താ സാറേ എന്റെ ചെരുപ്പ് സുമതി കൊണ്ടുപോയി. അല്ല, പുള്ളിക്ക് വളരെ ഇഷ്ടപ്പെടുന്നതാണ് അവർ ആ സിനിമ എടുക്കുന്നത്. അവർ വലിയ വലിയ സിനിമകൾ എടുക്കുന്ന ഈ സിനിമ ഇഷ്ടപ്പെട്ടുകൊണ്ട് അവർ ഇതിലേക്ക് കൈകോർത്ത് വന്നിരിക്കുന്നത് കൃത്യമായിട്ട്. അതാണ് ആ വലിയ കമ്പനികൾ വരുന്നതും ഈ സിനിമ കണ്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ആ സിനിമ അത്രയും വലിപ്പമുണ്ട്. ആ സിനിമയാണ് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടേണ്ടതും ഇഷ്ടപ്പെടേണ്ട സിനിമയായിരിക്കും. എന്തായാലും ഓഗസ്റ്റ് 1-ാം തീയതി ബോബിച്ചാൻ എന്തോ പിന്നെ അതിന്റെ എഞ്ചിന് ഇല്ലാത്ത ഒന്നുമില്ലോ. ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ ആണ്. സത്യം, ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ. അല്ലെ അവിടെ എടുത്താൽ ഇവിടെ ഫ്രീ. രഞ്ജിൻ അതിമനോഹരമായിട്ട് ഇതിന്റെ ശങ്കർ സാറും എല്ലാവരും ടെക്നിക്കൽ സൈഡിലുള്ള എല്ലാവരും. നമ്മുടെ എം ആർ രാജകൃഷ്ണൻ സാറും എഡിറ്റർ ഷഫീഖ്. ആർട്ടിസ്റ്റുകളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂ ഇപ്പൊ തീർക്കാൻ പറ്റില്ല. അതുപോലെ 100% അത് സാറ് തന്നെ പറഞ്ഞോളൂ. ഞങ്ങൾ എല്ലാവരും അല്ല നമ്മളാ നിങ്ങൾ തന്ന സ്ക്രിപ്റ്റിൽ തന്നെ നമുക്ക് മാധ്യമങ്ങൾ തരുന്നതിൽ തന്നെ ആർട്ടിസ്റ്റുകളുടെ പേര് വീണ്ടും ഒരു നിര തന്നെയാണ്. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട ഒരു പേരാണ് സഹിച്ചേട്ടൻ. സഹിച്ചേട്ടൻ ഭയങ്കര ഞങ്ങളുടെ ഇപ്പൊ എന്റെ അടുപ്പിച്ച് 3-ാമത്തെ സിനിമ, വിഷ്ണുവിനത്ത് 2-ാമത്തെ സിനിമ. സഹിച്ചേട്ടൻ ഭയങ്കര രസമായിരുന്നു. നമുക്കൊരു വൈബായിരുന്നു. എല്ലാവരും ഇതിൽ അഭിനയിച്ച ഓരോ ആർട്ടിസ്റ്റുകളും എല്ലാവരും ഒന്നിനൊന്നും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു സിനിമയാണ്. ഗംഭീര ടീം വർക്ക് ആയിരുന്നു സിനിമ ഇതുവരെ. സോഫ ദ റെസ്റ്റ് ഈസ് ഇൻ പീപ്പിൾസ് ഹാൻഡ്. ഇനിയും ഈ സിനിമ അതേപോലെ നമ്മള് പ്രാർത്ഥിക്കുന്നത് ഈ പറയുന്ന പോലെ മഴ വേറെ പ്രശ്നമൊന്നും ആവല്ലേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. മഴ അല്ല, മഴ ഭയങ്കരമായിട്ട് ഇപ്പൊ മഴ ഇപ്പോൾ പക്ഷെ മഴ ഉണ്ടെങ്കിലും ഈ സിനിമയ്ക്ക് ആളുകൾ ഈ സിനിമയ്ക്ക് അത്രമാത്രം പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട്. ഈ സിനിമ കാണാൻ ഹൈദരാബാദിയുടെ സപ്പോർട്ട് ഉണ്ടാകണം തീർച്ചയായിട്ടും. ഈ സിനിമ ഞാൻ റിലീസിന് മുമ്പ് തന്നെ ഈ സിനിമ കാണുന്നുണ്ട്.
റിലീസിന് മുമ്പ് തന്നെ ഈ സിനിമ കാണാൻ ഞാൻ അനുമതി അങ്ങനെ സപ്പോർട്ടൊന്നും വേണ്ട. കാരണം എന്തിനാന്ന് പറയാം ആ സിനിമയെ കുറിച്ച് എനിക്ക് കുറെ തയ്യാറെടുപ്പ് എടുക്കാൻ വേണ്ടി ആ റിവ്യൂ പറയുന്നത്. അങ്ങനെയാണ് കണ്ടത്. പക്ഷെ ആര് കാണിക്കും? അതൊക്കെ കാണിക്കും. പിന്നെ ഞങ്ങളെ കൂടെ കാണിക്കേ. കാണിക്കാം, തിയേറ്ററിൽ കാണിക്കാം. ഞങ്ങൾ കാണുന്നു. എന്തായാലും സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ കേട്ടോ. സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. ഈ സിനിമയുടെ കൂടെ ഉണ്ടാവും. സിനിമ റിലീസ് കഴിഞ്ഞ് 100ാം ദിവസം വരെ ആഘോഷിച്ച് സുമതിയോട് വെച്ചില്ല ഒരാഘോഷം ഞാനും കൂടെ ഉണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ പോയിരുന്നെങ്കിലും എല്ലാം ഇവര് പറഞ്ഞ് മനസ്സിലാക്കിയോണ്ട് എനിക്കും എളുപ്പമായി. യേശുവിന്റെ ശബ്ദത്തിന് പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഇവര് രണ്ടുപേരും കൂടെ കറക്റ്റ് പറഞ്ഞു തന്നോണ്ടേ പ്രശ്നം ഉണ്ടായില്ല. നിർത്താം. കേക്കാന്നാ പറഞ്ഞത്, സംസാരിക്കാനേ എത്തിക്കോ. പക്ഷേ ഒരു കാര്യം പറയാട്ടോ, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഇന്റർവ്യൂ ആണ് ഇവിടെ. അതെ അതെ, ഞാൻ ഇന്ന് രാവിലെ മുതൽ ഈ മനുഷ്യൻ രാത്രി ഇന്റർവ്യൂ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇന്ന് ഏറി കയറാനുള്ള വളരെ സീരിയസ് ആയിട്ട് ഇന്റർവ്യൂ. പക്ഷേ ചോദിക്കാനാണെങ്കിൽ ഒത്തിരി ചോദിക്കാനുള്ള ഇന്റർവ്യൂ ആയിരുന്നു. അങ്ങനെയുള്ള ആളുകളെയാണ്. പക്ഷെ അതല്ല, എനിക്ക് സിനിമയും ഈ സിനിമയിലുണ്ടായ രസകരമായ മുഹൂർത്തങ്ങളും നിങ്ങളിൽ നിന്നുണ്ടാകുന്ന തമാശകളുമാണ് പ്രേക്ഷകർക്ക് ഇഷ്ടമെന്ന് തിരിച്ചറിഞ്ഞാണ് ഈ ഇന്റർവ്യൂ ഇന്റർവ്യൂ എന്റെ എല്ലാരും ഇന്റർവ്യൂസ് എടുത്തിട്ടെ നമ്മൾ ഏറ്റവും കൂടുതൽ ചിരിച്ചൊരു ഇന്റർവ്യൂ. നിങ്ങൾ ബാക്കി ഇന്റർവ്യൂ കാണാത്തോണ്ട് ഈ ഒറ്റ മനുഷ്യൻ അടിപൊളിയായിരിക്കും. ഈ എപ്പിസോഡ് എനിക്ക് പെട്ടെന്ന് അപ്പിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഓഫീസിൽ പോയിട്ട് പെട്ടെന്ന് എടുക്കണം. ഞാൻ പോവില്ല. എനിക്ക് ആദ്യം പറഞ്ഞു എന്താ വിറ ഉണ്ടെന്ന് പറഞ്ഞാൽ വിറ തീർത്തിട്ട് ഞങ്ങൾ പോകാൻ തീരുമാനിച്ചു. അതും ഞാൻ ഇതിൽ തന്നെ. അപ്പൊ ഒത്തിരി സന്തോഷം. താങ്ക് യു.